ഹലോ നമസ്കാരം. മാസ്റ്ററുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ഡിഗ്രി ലെവൽ PYQ ആണ് കേട്ടോ. ഡിഗ്രി ലെവൽ PYQന്റെ ഡിസ്കഷൻ ആണ്. നോക്കാം. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക കേട്ടോ. അപ്പൊ എന്താണ് പ്രസ്താവന ചോദ്യമാണ് അല്ലേ? നോക്കിയേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉപ ഉഷ്ണമേഖല കേട്ടാ. ഉപ ഉഷ്ണമേഖല ഉയർന്ന മർദ്ദവലയത്തിൽ നിന്നും മധ്യരേഖ താഴ്ന്ന മർദ്ദവലയത്തിലേക്ക് വാണിജ്യവാദം വീശുന്നു എന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പൊ എന്താണ് വാണിജ്യവാദവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് കരക്കാറ്റും കടൽക്കാറ്റും വാണിജ്യവാദത്തിന് ഉദാഹരണങ്ങളാണ് എന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, വാണിജ്യവാദം ഒരേ ദിശയിൽ സ്ഥിരമായി വീശുന്നു എന്നതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റോ, ധ്രുവ പ്രദേശങ്ങളിലാണ് വാണിജ്യവാദം ഏറ്റവും നന്നായി വികസിക്കുന്നത് എന്ന് 4 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ സൂചിപ്പിച്ച പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നതാണ്. മുകളിൽ സൂചിപ്പിച്ച പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നതാണ് ഇവിടെ പറയേണ്ടുന്നത് അല്ലേ? ശരി. അപ്പൊ നമ്മൾ ആദ്യം നോക്കി 4 സ്റ്റേറ്റ്മെന്റും വാണിജ്യവാദങ്ങളെ പറ്റിയാണ് അല്ലേ? വാദങ്ങൾ അല്ലെങ്കിൽ കാറ്റുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ടുന്നത്, കാറ്റുകളെ നമുക്ക് സ്ഥിരവാദങ്ങളെന്നും അസ്ഥിരവാദങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം അല്ലേ? സ്ഥിരവാദങ്ങളെന്നും അസ്ഥിരവാദങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം. അതിൽ തന്നെ സ്ഥിരവാദങ്ങളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ വ്യാപാരക്കാറ്റുകൾ. ആദ്യത്തെ ഏതാണ്? സ്ഥിരവാദത്തെ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ വ്യാപാരക്കാറ്റ് കേട്ടോ. ഇതിന്റെ മറ്റൊരു പേരാണിത് കേട്ടോ. പിന്നെന്താണ് അടുത്തത്? പശ്ചിമവാദങ്ങൾ, പിന്നെ ധ്രുവീയ പൂർവ്വവാദങ്ങൾ. അങ്ങനെ 3ആയിട്ട് നമ്മൾ അവയെ തരംതിരിച്ചു. അപ്പൊ സ്ഥിരവാദങ്ങളെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ അല്ലെങ്കിൽ പൂർവ്വവാദങ്ങൾ, അങ്ങനെ പഠിച്ചാലും മതി. പൂർവ്വവാദങ്ങൾ അങ്ങനെ 3ആയിട്ട് തരംതിരിച്ചു അല്ലേ? അതിനകത്ത് വാണിജ്യവാദവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ വാണിജ്യവാദങ്ങൾ ഉപ ഉഷ്ണമേഖല ഉയർന്ന മർദ്ദവലയത്തിൽ നിന്നും മധ്യരേഖ താഴ്ന്ന മർദ്ദം അതായത് ന്യൂനമർദ്ദ വലയത്തിലേക്കാണ് വീശുന്നത് എന്ന് പറയുന്നു. ശരിയാണത്. കാരണം ഇത് ഭൂമധ്യരേഖയാണെങ്കിൽ ഭൂമധ്യരേഖയ്ക്ക് എന്താണ് 0 ഡിഗ്രി ആണല്ലേ? ആ 0 ഡിഗ്രിക്ക് തൊട്ട് മുകളിൽ എന്താണ് 30 ഡിഗ്രി അക്ഷാംശ രേഖയുണ്ട്, താഴെയും 30 ഡിഗ്രി അക്ഷാംശ രേഖയുണ്ട് ഇല്ലേ? അതായത് ഈ ഭൂമധ്യരേഖയെ നമ്മൾ ന്യൂനമർദ്ദ മേഖല എന്നാണ് പറയുന്നത്. ഭൂമധ്യരേഖ എപ്പോഴും ന്യൂനമർദ്ദ മേഖലയായിരിക്കും. ഈ 30 ഡിഗ്രി ആവുമ്പോൾ എന്താണ്? ഉച്ചമർദ്ദ മേഖലയാണ്. ഈ 30 ഡിഗ്രി ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് ഈ വാണിജ്യവാദങ്ങൾ എപ്പോഴും വീശുന്നത് കേട്ടോ. വാണിജ്യവാദങ്ങൾ ഉത്തരാർദ്ധഗോളത്തില് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും പടിഞ്ഞാറേക്കും, ദക്ഷിണാർദ്ധഗോളത്തില് തെക്ക് കിഴക്ക് ദിശയിൽ നിന്നും പടിഞ്ഞാറേക്കും വീശുന്നു. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഉയർന്ന മർദ്ദ വലയത്തിൽ നിന്നും ന്യൂനമർദ്ദ വലയത്തിലേക്കാണ് വീശുന്നത് എന്നാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്ന കരക്കാറ്റും കടൽക്കാറ്റും ഇല്ലേ? അപ്പൊ എന്താണ്? കാറ്റുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ ഒരു അറിവുള്ളവന് മാത്രമേ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റൂ. കരക്കാറ്റും കടൽക്കാറ്റും വാണിജ്യവാദത്തിന് ഉദാഹരണങ്ങളാണ് എന്നാണ് പറയുന്നത്. കരക്കാറ്റും കടൽക്കാറ്റും വാണിജ്യവാദങ്ങളല്ല. വാണിജ്യവാദങ്ങൾ 2 തരത്തിലേ ഉള്ളൂ. ഏതൊക്കെയാണ്? നമ്മുടെ എന്താണ് ഉത്തരാർദ്ധഗോളത്തിൽ വീശുന്ന വടക്ക് കിഴക്കൻ വാണിജ്യവാദവും ദക്ഷിണാർദ്ധഗോളത്തിൽ വീശുന്ന തെക്ക് കിഴക്കൻ വാണിജ്യവാദവും മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ കാലികവാദങ്ങൾ അല്ലെ കരക്കാറ്റും കടൽക്കാറ്റും വാണിജ്യവാദത്തിന് ഉദാഹരണങ്ങളാണ് എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കരക്കാറ്റും കടൽക്കാറ്റും എന്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ സീസണൽ വിൻസിന് ഉദാഹരണമാണ് കേട്ടോ. അതായത് കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ് എന്ത്? കരക്കാറ്റും കടൽക്കാറ്റും. ഓർത്ത് വെച്ചിരിക്കണം. അതായത് ഋതുഭേദങ്ങൾക്കനുസരിച്ച് വീശുന്ന കാറ്റുകളാണ് ഏത്?
കാലികവാതങ്ങൾ. അതിനുദാഹരണമാണ് കരക്കാറ്റും കടൽക്കാറ്റും. നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പൊ ഇത് വാണിജ്യവാദത്തിന് ഉദാഹരണമല്ല. അടുത്തയാണ് എന്ത്? വാണിജ്യവാദം ഒരേ ദിശയിൽ സ്ഥിരമായി വീശുന്നു. ശരിയാണ്. വാണിജ്യവാദം ഒരേ ദിശയിൽ എപ്പോഴും എന്ത് ചെയ്യുകയാണ്? പടിഞ്ഞാറൻ ദിശയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇത് വീശുന്നത്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ധ്രുവപ്രദേശങ്ങളിലാണ് വാണിജ്യവാദം ഏറ്റവും നന്നായി വികസിക്കുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? ധ്രുവപ്രദേശങ്ങളിലല്ല. അത് വാണിജ്യവാദം വീശുന്നത് എപ്പോഴും എവിടെയാണ്? ഭൂമധ്യരേഖാ മേഖലയിലാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് അവിടെ നിന്ന് തന്നെ അനുമാനിക്കാൻ സാധിക്കും. അപ്പം നമുക്കിവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ്. അപ്പം ഈ വാണിജ്യവാദവുമായി ബന്ധപ്പെട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? 1ഉം 3ഉമാണ്. ആൻസർ ഡി. ഓക്കെ ആണോ? അപ്പം നമുക്ക് നോക്കാം. 30 ഡിഗ്രി അക്ഷാംശങ്ങളിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. നമ്മൾ പറഞ്ഞില്ലേ, അത് എവിടെയാണ്? ഉത്തരാർദ്ധഗോളത്തിലാവട്ടെ ദക്ഷിണാർദ്ധഗോളത്തിലാവട്ടെ 30 ഡിഗ്രി അക്ഷാംശങ്ങളിൽ നിന്നും ഭൂമധ്യരേഖയിലേക്കാണ് ഈ കാറ്റ് വീശുന്നത്. ഇവിടെ 30 ഡിഗ്രി ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് ഈ കാറ്റ് വീശുന്നത്. അതായത് 30 ഡിഗ്രി എന്നത് എന്താണ്? ഒരു ഉച്ചമർദ്ദ മേഖലയാണ്. ഭൂമധ്യരേഖയിൽ എന്താണ്? ന്യൂനമർദ്ദ മേഖലയാണ്. മർദ്ദം വളരെ കുറഞ്ഞ മേഖലയാണ് ഭൂമധ്യരേഖയുടെ ഭാഗത്ത്. അവിടേക്കാണ് ഈ കാറ്റ് വീശുന്നത്. 2 അർദ്ധഗോളങ്ങളിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് വീശുന്ന വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ഭാഗത്തെ നമുക്ക് അന്തർ ഉഷ്ണമേഖല, സംക്രമണ മേഖല എന്ന് പറയാം. അതായത് ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്നറിയപ്പെടും കേട്ടോ. അന്തർ ഉഷ്ണമേഖല, സാംക്രമണ മേഖല എന്നാണ് ഈ വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ഭാഗം അറിയപ്പെടുന്നത്. ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോണുകൾ കാണപ്പെടുന്ന മേഖലയെ നമുക്ക് ഡോൾഡ്രം മേഖല എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ നിർവാത മേഖല, കാറ്റുകളില്ലാത്ത മേഖല, നിർവാത മേഖല എന്നറിയപ്പെടുന്നു. ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശകൾക്ക് വ്യതിയാനം സംഭവിക്കുന്നത് കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ് കരക്കാറ്റും കടൽക്കാറ്റും. അപ്പൊ നോക്കിയേ, ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശകൾക്ക് വ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ് ഏത്? കാലികവാദങ്ങൾ എന്ന് പറയുന്നത്. അതിനുദാഹരണമാണ് എന്ത്? കരക്കാറ്റും കടൽക്കാറ്റും. അല്ലാതെ അത് എന്തല്ല? വാണിജ്യവാദങ്ങൾക്ക് ഉദാഹരണമല്ല അല്ലേ? കരക്കാറ്റും കടൽക്കാറ്റും പറയുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടെ പറയണം. കടൽക്കാറ്റും കരക്കാറ്റും വീശുന്ന സമയം നമ്മൾ ഓർത്തിരിക്കണം. കരക്കാറ്റ്, കടൽക്കാറ്റ് കേട്ടാ. കടൽക്കാറ്റ് പകലാണ് വീശുന്നത്. പകലാണ് എന്ത്? കടൽക്കാറ്റ് വീശുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കണം. കരക്കാറ്റ് വീശുന്നത് എപ്പോഴാണ്? രാത്രിയിലാണ് കേട്ടോ. കരക്കാറ്റ് രാത്രിയിലും കടൽക്കാറ്റ് പകലുമാണ് വീശുന്നതെന്ന് ഓർത്തിരിക്കണം. ഇതേപോലെ തന്നെ മറ്റൊരു കാലികവാദമാണ് ഏത്? പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും ഇല്ലേ? താഴ്വരക്കാറ്റ് പകലും പർവ്വതക്കാറ്റ് രാത്രിയിലുമാണ്. ഓർത്തു വെച്ചാൽ മതി. നമ്മൾ പകൽ സമയത്തല്ലേ കടൽ കാണാൻ പോകുന്നത്. അതുകൊണ്ട് കടൽക്കാറ്റ് പകലാണെന്ന് ഓർക്കാമല്ലോ. താഴ്വാരത്ത് പോയിരിക്കുന്നതും പകൽ സമയത്തല്ലേ. അപ്പൊ പകൽ സമയത്താണ് എന്ത്? താഴ്വാരക്കാറ്റ് വീശുന്നതും. അതുകൂടി ഇതിനകത്തൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. പശ്ചിമഘട്ടത്തിന്റെ വടക്കൻ ഭാഗം അറിയപ്പെടുന്ന പേര് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ അണ്ണാമലൈ റേഞ്ച്, ഓപ്ഷൻ ബി കർത്തമകം റേഞ്ച്, ഓപ്ഷൻ സി നീലഗിരി റേഞ്ച്, ഓപ്ഷൻ ഡി സഹ്യാദ്രി പർവ്വതനിര എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിന്റെ വടക്കൻ ഭാഗം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സഹ്യാദ്രി പർവ്വതനിര എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത് അല്ലേ? സഹ്യാദ്രി പർവ്വതനിര. മാത്രമല്ല മഹാരാഷ്ട്ര, കർണാടക, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പശ്ചിമഘട്ടം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സഹ്യാദ്രി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ? നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സഹ്യപർവ്വതം എന്നല്ലേ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിൽ സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നു. കർണാടക, മഹാരാഷ്ട്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ സഹ്യാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്നു അല്ലേ? ഇനി എന്താണ്? തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ പശ്ചിമഘട്ടം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നീലഗിരി മല എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? നീലഗിരി മല എന്നാണ് എവിടെ അറിയപ്പെടുന്നത്? തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത്. നീലഗിരി മല എന്നാണ് അറിയപ്പെടുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. പശ്ചിമഘട്ടം അല്ലേ? കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ, പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത് എന്ന് പറഞ്ഞേ. ഗുജറാത്ത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കേരളം,
തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? പശ്ചിമഘട്ടം കടന്നു പോകുന്നത് അല്ലെ. പശ്ചിമഘട്ടത്തിന്റെ നീളം ചോദിച്ചാൽ എത്രയാണ്? 1600 കിലോമീറ്റർ ആണ് അല്ലെ. 1600 കിലോമീറ്റർ ആണ് എന്തിന്റെ നീളം? പശ്ചിമഘട്ടത്തിന്റെ നീളം എന്നത് ഓർത്ത് വെച്ചിരിക്കണം. പശ്ചിമഘട്ടത്തിന്റെ നീളം 1600 കിലോമീറ്റർ ആണെന്ന് ഓർക്കണം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാടു, കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നതെന്നും ഓർത്ത് വെച്ചിരിക്കണം. അതേപോലെ തന്നെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് എന്ത്? പശ്ചിമഘട്ടം. എന്നാൽ കേരളത്തിന്റെ കിഴക്ക് വശത്തു കൂടിയാണ് എന്ത് കടന്നു പോകുന്നത്? പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ സൈഡിലൂടെ അല്ലേ, ഇന്ത്യ ഇതാണെങ്കിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ സൈഡിലൂടെയാണ് പശ്ചിമഘട്ടം. അറബിക്കടലിന് സമാന്തരമായിട്ടാണ് എന്ത് കടന്നു പോകുന്നത്? പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. എന്നാൽ കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തു കൂടിയാണ് എന്ത് കടന്നു പോകുന്നത്? പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. കേരളം എന്ന നമ്മുടെ സംസ്ഥാനം എടുക്കുകയാണെങ്കിൽ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ് അല്ലേ. അറബിക്കടലാണ്. കിഴക്ക് ഭാഗത്താണ് എന്ത് കടന്നു പോകുന്നത്? പശ്ചിമഘട്ടം കടന്നു പോകുന്നതെന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ ആണേ. ശരി, അപ്പൊ ഉത്തരം ഏതാണ്? ആൻസർ ഡി. അടുത്ത നോക്കി ഏതാ എഴുതിയേക്കുന്നു? ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിരിലൂടെ അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് എന്ത്? പശ്ചിമഘട്ടം. നമ്മൾ പറഞ്ഞു എന്താണ്? അറബിക്കടലിന് സമാന്തരമായിട്ടാണ് എന്ത്? പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആനമുടിയാണ് അല്ലേ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആനമുടിയാണ്. അപ്പൊ പശ്ചിമഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് മീശപ്പുലിമലയാണ് അല്ലേ. ഏതാണ്? മീശപ്പുലിമല. മറക്കരുത്, മീശപ്പുലിമല. മീശപ്പുലിമലയാണ് പശ്ചിമഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. അതുപോലെ തന്നെ പശ്ചിമഘട്ടവുമായി റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ പൂനെ നഗരമാണ് കേട്ടോ. പൂനെ നഗരമാണ് കേട്ടോ. പശ്ചിമഘട്ടമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഏറ്റവും വലിയ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ പൂനെ നഗരമാണെന്നും ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ ആണേ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്നിവ പൊരുത്തപ്പെടുത്തി താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പൊ താഴെ തന്നിരിക്കുന്ന അണക്കെട്ടും നദികളുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2 ആണ്. ഇതിൽ ഏതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. മാച്ച് ആവുകയാണ് അല്ലേ. പോത്തുണ്ടി എന്ന അണക്കെട്ട് കൊടുത്തിട്ടുണ്ട്. പെരിങ്ങൽകുത്ത് എന്ന അണക്കെട്ട്, ചെങ്കുളം എന്ന അണക്കെട്ട്, പേപ്പാറ അണക്കെട്ട് എന്നിവയാണ് കൊടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നദികളാണ് അപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. നോക്കാം. അപ്പൊ പോത്തുണ്ടി അണക്കെട്ട് ഏത് നദിയിലാണ് എന്നതാണ് ചോദ്യം കേട്ടോ. പോത്തുണ്ടി അണക്കെട്ട് ഏത് നദിയിലാണ്? ഭാരതപ്പുഴയിലാണ് കേട്ടോ. പോത്തുണ്ടി എവിടെയാണ്? ഭാരതപ്പുഴ നദിയിലാണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. പെരിങ്ങൽകുത്ത് എവിടെയാണ്? പെരിങ്ങൽകുത്ത് ചാലക്കുടിയിലാണ് കേട്ടോ. പെരിങ്ങൽകുത്ത് ഏത് നദിയാണ്? ചാലക്കുടി നദിയാണ്, തൃശ്ശൂരിലാണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. അടുത്തയാണ് ഏത്? ചെങ്കുളം അണക്കെട്ട് ഇല്ലേ. ചെങ്കുളം അണക്കെട്ടാണെങ്കിൽ മുതിരമ്പുഴയിലാണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ. നാലാമത്തെയാണ് പേപ്പാറ. പേപ്പാറ നദി ഏതാണ്? കരമന നദിയാണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. പോത്തുണ്ടി അണക്കെട്ട് ഭാരതപ്പുഴ, പെരിങ്ങൽകുത്ത് ചാലക്കുടി, ചെങ്കുളമാണെങ്കിലോ മുതിരമ്പുഴ, പേപ്പാറയാണെങ്കിൽ കരമന. അപ്പം അണക്കെട്ടും നദികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഏതാണ്? A3, B2, C4, D1. അപ്പം ഓപ്ഷൻ എ ആണ് എന്ത്? ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഒരു പ്രസ്താവന ചോദ്യമാണ് അല്ലേ. നോക്കാം. ശരിയല്ലാത്ത പ്രസ്താവനകൾ തിരിച്ചറിയുക. അപ്പൊ എന്ന് വെച്ചാൽ തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ വേണ്ടുന്നത്. നോക്കാം. ആഗ്നേയശിലകൾ അഗ്നിപർവ്വതത്തിന്റെ തരത്തിലാണ്, അതിനാൽ ഫോസിലുകൾ ഇല്ല എന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇത് ശിലകളുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഭൂമിയിലെ ശിലകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആഗ്നേയശിലകൾ അഗ്നിപർവ്വതത്തിന്റെ തരത്തിലാണ്, അതുകൊണ്ട് അതിൽ എന്തില്ല? ഫോസിലുകൾ ഇല്ല എന്നൊന്നും പറഞ്ഞു വെക്കുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കരിങ്കല്ലും ബസാൾട്ടും ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ് എന്ന് പറയുന്നുണ്ട്. കരിങ്കല്ലും ബസാൾട്ടും ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ് എന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഭൂമിയിൽ രൂപപ്പെടുന്ന പ്രാഥമിക പാറകളാണ് ആഗ്നേയശിലകൾ കേട്ടോ. ഭൂമിയിൽ രൂപപ്പെട്ട പ്രാഥമിക ശിലകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആഗ്നേയശിലകളാണെന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. നാലാമത്തെ എന്താണ്? ആഗ്നേയശിലകൾക്ക് പാളികളുള്ള ഘടനയുണ്ട് എന്നതാണ് എന്ത്? നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ നോക്കാം.
ദെൻ ആഗ്നേയശിലകൾ അഗ്നിപർവ്വതത്തിന്റെ തരത്തിലാണ്, അതിനാൽ ഫോസിലുകളില്ല. അഗ്നിപർവ്വതജന്യ ശിലകളാണ് ഏത്? ആഗ്നേയശിലകൾ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇല്ലേ? എന്താണ് അഗ്നിപർവ്വതങ്ങളുടെ എന്താണ് അല്ലെ? ലാവ അല്ലെങ്കിൽ മാഗ്മ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലയാണ് ഏത്? ആഗ്നേയ ശിലകൾ ഇല്ലേ? അഗ്നിപർവ്വതജന്യ ശിലകളാണ് ഏത്? ആഗ്നേയ ശിലകൾ. അവയിൽ എന്തില്ല? ഫോസിലുകൾ കാണപ്പെടുന്നില്ല. അതുകൊണ്ട് ഫോസിലുകൾ ഇല്ലാത്ത ശില ഏതാണ്, അല്ലെങ്കിൽ ഫോസിലുകൾ കാണപ്പെടാത്ത ശില ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? നമ്മുടെ ആഗ്നേയ ശിലയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ, കരിങ്കല്ലും ബസാൾട്ടും ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണെന്ന്. ബസാൾട്ട് ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണെന്ന് നമുക്കറിയാം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? റയലൈറ്റ്, ഇതൊക്കെ എന്താണ്? ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണങ്ങളാണ്. അപ്പം അതുപോലെ കരിങ്കല്ല് കേട്ടോ, ഗ്രാനൈറ്റ്, കരിങ്കല്ലും ബസാൾട്ടും ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. കരിങ്കല്ല് ഗ്രാനൈറ്റിനെയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ്. സ്റ്റേറ്റ്മെന്റ് ശരി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഭൂമിയിൽ രൂപപ്പെടുന്ന പ്രാഥമിക പാറകളാണ് ആഗ്നേയശിലകൾ. നമ്മൾ പറഞ്ഞു ഇല്ലേ? അഗ്നിപർവ്വതജന്യ ശിലകളാണിത്. അതാണെന്ത്? പ്രാഥമികമായി രൂപപ്പെടുന്നത് അല്ലെ? ആദ്യം രൂപപ്പെട്ട ശില അതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇല്ലേ? അതുകൊണ്ട് ഈ ശിലയെ നമ്മൾ മാതൃശിലയെന്നും പിതൃശിലയെന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആഗ്നേയശിലകൾക്ക് പാളികളുള്ള ഘടനയുണ്ട്? ഇല്ല. ആഗ്നേയ ശിലകൾക്ക് എന്താണ്? പരൽ രൂപ ഘടനയാണ്, പാളികളായുള്ള ഘടനയല്ല. അപ്പൊ എന്താണ്? പാളികളായുള്ള ഘടനയുള്ളത് ആർക്കാണ്? അത് അവസാദ ശിലകളാണ് അല്ലേ? അവസാദ ശിലകൾ ഇങ്ങനെ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ശില ഏതാണ്? അത് അവസാദ ശിലയാണ്, ആഗ്നേയ ശിലയല്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ എന്താണ്? ഓപ്ഷൻ സി മാത്രമാണ് എന്ത്? സി ആണ് ആൻസർ. ഓപ്ഷൻ 4 മാത്രമാണ് തെറ്റായ പ്രസ്താവനയല്ലേ ഇവിടെ ചോദിച്ചത്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് അല്ല, അതായത് എക്സ്പ്ലനേഷൻ ആണ്. വിടവുകളിലൂടെ ഉയരുന്ന ശിലാദ്രവം കേട്ടോ. ഭൂമിയുടെ എന്താണ്? വിടവുകളിലൂടെ ഉയരുന്ന ശിലാദ്രവം, അതായത് അഗ്നിപർവ്വതജന്യ ശിലാദ്രവം ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലയാണ് എന്ത്? ആഗ്നേയ ശില. ഇവയെ നമുക്ക് അഗ്നിപർവ്വത ശിലകൾ എന്ന് വിളിക്കാം. പ്രാഥമിക ശില, ശിലകളുടെ മാതാവ്, അടിസ്ഥാന ശില, മാതൃശില, ഫോസിലുകളില്ലാത്ത ശില എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? ആഗ്നേയ ശിലകളെയാണ് കേട്ടോ. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് ഏതൊക്കെ? ഗ്രാനൈറ്റ്, ബസാൾട്ട്, പ്യൂമിസ്, റയലൈറ്റ്, സ്കോറിയ കേട്ടോ. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? നമ്മുടെ ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ ആഗ്നേയ ശിലയുടെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഏതൊക്കെയാണ്? ഗ്രാനൈറ്റ്, ബസാൾട്ട്, പ്യൂമിസ്, റയലൈറ്റ്, സ്കോറിയ, ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? നമ്മുടെ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് എന്ന് ഓർത്തു വെച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ എത്ര ജോഡികൾ ശരിയായി പൊരുത്തപ്പെടുന്നു? താഴെ തന്നിരിക്കുന്നതിൽ എത്ര ജോഡി ശരിയായിട്ട് പൊരുത്തപ്പെടുന്നു എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ബെനിഹൽ ജമ്മു കാശ്മീർ എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ലിബുലക്ക് സിക്കിം എന്ന് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ റോക്താങ് അരുണാചൽ പ്രദേശ് എന്ന് കൊടുത്തു. നാലാമത്തെ ഷിപ്കില ഹിമാചൽ പ്രദേശ് എന്ന് കൊടുത്തു. ഇത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? താഴെ പറയുന്നതിൽ എത്ര ജോഡി ശരിയായി എന്ത് ചെയ്യുന്നുണ്ട്? മാച്ച് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇത് എന്താണ് സത്യത്തില്? ചുരങ്ങളാണ് അല്ലേ? നമ്മുടെ വടക്കേ ഇന്ത്യയിൽ കാണപ്പെടുന്ന ചുരങ്ങളാണ് ഇവയൊക്കെ. ബനിഹൽ, ലിബുലക്ക്, റോക്തങ്, ഷിപ്കില എന്നിവ. അപ്പൊ ഇത് നോക്കാം. ബനിഹൽ ചുരം ജമ്മു ആൻഡ് കാശ്മീർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ജമ്മു ശ്രീനഗറിലാണ് എന്ത് കാണപ്പെടുന്നത്? ബനിഹൽ ചുരം കാണപ്പെടുന്നത്. അപ്പൊ ഇത് ശരിയായിട്ട് ചേരുന്നവയല്ല. നെക്സ്റ്റ് വൺ ലിബുലക്ക് സിക്കിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിബുലക് ചുരം ഉത്തരാഖണ്ഡിലാണ് കാണപ്പെടുന്നത്. ഉത്തരാഖണ്ഡിലാണ് എന്ത്? ലിബുലക് ചുരം. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ എന്താണ്? ഇത് മാച്ച് ആവുന്നില്ല അല്ലേ? മൂന്നാമത്തെ റോക്തക് ആണ്. റോക്തക് അരുണാചൽ പ്രദേശ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അരുണാചൽ പ്രദേശിലല്ല, റോക്തക്കും എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. അപ്പൊ ഇതും തെറ്റാണ്. നാലാമത്തെ ഷിപ്കിലയാണ് കൊടുത്തിരിക്കുന്നത്. ഷിപ്കില എവിടെയാണ്? ഹിമാചൽ പ്രദേശിൽ തന്നെയാണ്. അപ്പൊ ശരിയായിട്ട് യോജിക്കുന്നത് ഏതാണ്? നാലാമത്തെയാണ് അല്ലേ?
ഒരു ജോഡി മാത്രമേ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ശരിയായിട്ട് യോജിക്കുന്നുള്ളൂ. അതാണ്ട് എത്ര ജോഡി ശരിയായി പൊരുത്തപ്പെടുന്നു എന്നാണ് ചോദിച്ചാൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടുന്നതെന്ന് അവർ ചോദിച്ചില്ല. ഒരു ജോഡി മാത്രം, 2 ജോഡി മാത്രം, 3 ജോഡി മാത്രം, ജോഡി ഇല്ല എന്നതാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഒരു ജോഡി മാത്രം ഇല്ലേ, 4ാമത്തെ ജോഡി. ഷിപ്കില എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് ഷിപ്കില ചുരം എന്നത് ഓർത്തു വെച്ചിരിക്കണം. കുറച്ച് ചുരങ്ങൾ നോക്കാം. കാരക്കോറം കേട്ടോ, കാരക്കോറം ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഓർത്ത് വെച്ചിരിക്കണം. നാഥുല ചുരം എവിടെ? നാഥുല അല്ല, നാമ ചുരമാണ് കേട്ടോ. നാഥുല ചുരം സിക്കിമാണ്. ഇത് നാമാചുരം. നാമാചുരം എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ബെനിഹൽ നമ്മൾ പറഞ്ഞു, ജമ്മു ശ്രീനഗർ. ലിപുലക്ക് ഉത്തരാഖണ്ഡ്, റോഹ്തക് ഉത്തരാഖണ്ഡ്, ജലപ്പല സിക്കിമിലാണ്. നാഥുലയും എവിടെ തന്നെയാണ്? സിക്കിമിലാണ് കേട്ടോ. ജലപ്പലയും നാഥുലയും എവിടെയാണ്? സിക്കിമിലാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. നമ്മളിവിടെ അരുണാചൽ പ്രദേശിന്റെ കാര്യം പറഞ്ഞിരുന്നു ഇല്ലേ? ബോംഡില ചുരമാണ് അരുണാചൽ പ്രദേശ് കേട്ടോ. ബോംഡില ബോംഡില ചുരം എവിടെയാണ്? അരുണാചൽ പ്രദേശ്. കേട്ടോ, ബോംഡില ചുരം എവിടെയാണ്? അരുണാചൽ പ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ശാന്തമായ വായു ചലനങ്ങൾ കാണപ്പെടുന്ന പ്രദേശമായ ഡോൾഡ്രംസ് താഴെ പറയുന്ന മർദ്ദമേഖലകളിൽ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മൾ ആദ്യം ഒരു ചോദ്യത്തിനോടൊപ്പം പറഞ്ഞിരുന്നു ഡോൾഡ്രംസ് എന്താണെന്നില്ലേ? നിർവാത മേഖലയാണ് എന്ത്? ഡോൾഡ്രംസ് ഇല്ലേ? നിർവാത മേഖല. ശാന്തമായ വായുവാണ് അവിടെ കാണപ്പെടുന്നത്. കാറ്റില്ലാത്ത മേഖല എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഇത് ഡോൾഡ്രംസ് മേഖല എന്നത് ഇല്ലേ? അപ്പൊ അത് എവിടെയാണ് കാണപ്പെടുന്നതെന്നാണ് ചോദ്യം. അത് കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞിരുന്നു എവിടെയാണെന്നല്ലേ? എവിടെയാണ്? ഭൂമധ്യരേഖയിലാണ് അല്ലേ? ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദ മേഖല അല്ലെങ്കിൽ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല എവിടെയാണ് എന്ത് കാണപ്പെടുന്നത്? ഡോൾഡ്രംസ് കാണപ്പെടുന്നത് എന്ന് ഓർത്തു വെച്ചിരിക്കണം. ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള ഭൂമിയെ ചുറ്റിപ്പറ്റിയുള്ള ബെൽറ്റിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള ആ ഒരു ഭൂമി ഉണ്ടല്ലോ, ആ ഭൂമിയെ ചുറ്റിപ്പറ്റിയുള്ള ബെൽറ്റിനെയാണ് എന്ത്? ഡോൾഡ്രംസ് എന്ന് സൂചിപ്പിക്കുന്നത്. കുറഞ്ഞ അന്തരീക്ഷ മർദ്ദവും ഗണ്യമായ കാറ്റിന്റെ അഭാവവും ഈ പ്രദേശത്തിന്റെ സവിശേഷതയാണ്. അപ്പൊ ഈ പ്രദേശത്ത് എന്താണ്? മർദ്ദവും കുറവാണ്, കാറ്റും എന്താണ്? കുറവാണ്. പ്രദേശത്തിന്റെ കാലാവസ്ഥ മേഘാവൃതവും മഴയുള്ളതുമാണ്. അപ്പൊ ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? മേഘാവൃതമായിരിക്കും, എപ്പോഴും മഴയുള്ളതുമായിരിക്കും. ഭൂമധ്യരേഖയ്ക്കടുത്തുള്ള പ്രദേശത്ത് സൂര്യന്റെ നേരിട്ടുള്ള സൂര്യരശ്മികൾ പതിക്കുന്നതാണ് ഈ ഒരു മന്ദതയ്ക്ക് കാരണം കേട്ടോ, ഈ ഒരു ഡോൾഡ്രംസിന് കാരണം. ഈ ഭാഗത്തെ വായു ചൂടാകുന്നതിനാൽ, അതായത് സൂര്യരശ്മി നേരിട്ട് പതിക്കുകയല്ലേ, ചൂടാകുന്നതിനാൽ ചൂടായ വായു തിരശ്ചീനമായി വീശുന്നതിന് പകരം എന്ത് ചെയ്യുന്നു? ലംബമായി ഉയർന്നു പോകുന്നു. അങ്ങനെയാണ് ആ ഒരു മേഖല എന്താണ്? നിർവാത മേഖലയാവുന്നത്, അല്ലെ വായു ഇല്ലാത്ത മേഖലയാവുന്നത്, കാറ്റില്ലാത്ത മേഖലയായി മാറുന്നത് എന്നുകൂടി ഓർത്തു വെച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ തന്നിരിക്കുന്ന നദികൾ പരിഗണിക്കുക. ശരാവതി, താപ്തി, നർമ്മദ, കാവേരി എന്നീ 4 നദികൾ തന്നിട്ടുണ്ട് ഇല്ലേ? ഈ വിള്ളൽ താഴ്വരയിൽ കൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കുക എന്നതാണ് പറഞ്ഞത്. വിള്ളൽ താഴ്വര നമ്മൾ നദികളെ കുറിച്ച് പഠിക്കും. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്നല്ലേ? ഭ്രംശ താഴ്വരയാണ് എന്ത്? വിള്ളൽ താഴ്വര. അതായത് ഭൂമിക്ക് പിളർപ്പുണ്ടാകുന്ന അല്ലെങ്കിൽ ഭൂമി എന്താണ്? ടെക്ടോണിക് പ്ലേറ്റിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കാരണം ഭൂമിക്ക് എന്താണ്? ഭ്രംശനം സംഭവിക്കുമ്പോൾ, വിള്ളൽ ഉണ്ടാകുമ്പോൾ ആ വിള്ളലിലൂടെ ഒഴുകുന്ന നദികളെയാണ് നമ്മൾ ഭ്രംശന താഴ്വരയിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിള്ളൽ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നദികൾ ഇന്ത്യയിൽ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? നർമ്മദയും താപ്തിയുമാണ് കേട്ടോ. അപ്പൊ നർമ്മദയും താപ്തിയുമാണ് എന്ത്? നമുക്ക് വിള്ളൽ താഴ്വരയിലൂടെ ഒഴുകുന്ന നദികൾ. 2ഉം 3ഉം 2ഉം ഓപ്ഷൻ ബി ആണ് എന്ത്? വിള്ളൽ താഴ്വരയിലൂടെ ഒഴുകുന്ന നദികൾ. അപ്പൊ ഇന്ത്യയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദികളിനകത്ത് പ്രധാനപ്പെട്ടതാണ് ഏത്? നർമ്മദയും താപ്തിയും. നോക്കിയേ, വിള്ളൽ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ പ്രധാന നദികളാണ് നർമ്മദയും താപ്തിയും. വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് ഏത്? നർമ്മദ. നർമ്മദ ആർക്കിടയിലൂടെയാണ് ഒഴുകുന്നത്? വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിലാണ് ആര്?
നർമ്മദ, VNS എന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടാ. വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിലൂടെയാണ് എന്തൊഴുകുന്നത്? നർമ്മദ ഒഴുകുന്നത്, ഓർത്ത് വെച്ചിരിക്കണം. സത്പുര അജന്ത ശ്രേണികൾക്കിടയിലുള്ള ഒരു വിള്ളൽ താഴ്വരയിലൂടെയാണ് ആര്? താപ്തി പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. അപ്പൊ ഇവ രണ്ടും എങ്ങോട്ട് ഒഴുകുന്ന നദികളാണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. ഏതൊക്കെ? നർമ്മദയും താപ്തിയും, ഓർത്ത് വെച്ചിരിക്കണം. ദാമോദർ നദി ഒരു വിള്ളൽ താഴ്വര ഒഴുകുന്ന മറ്റൊരു ഇന്ത്യൻ നദിയാണ്. അപ്പൊ എന്താണ്? ദാമോദർ നദി വിള്ളൽ താഴ്വര ഒഴുകുന്ന മറ്റൊരു ഇന്ത്യൻ നദിയാണ്. എന്നാൽ പൂർണ്ണമായും വിള്ളൽ താഴ്വര ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നർമ്മദയും താപ്തിയുമാണ്. വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിലാണ് എന്ത്? നർമ്മദ ഒഴുകുന്നത്. നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. സത്പുരയ്ക്ക് താഴെയായിട്ടാണ് താപ്തി ഒഴുകി പോകുന്നത്. ആ കാര്യവും ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ ആണേ. വിള്ളൽ താഴ്വര അല്ലെങ്കിൽ ഭ്രംശ താഴ്വര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ക്യോട്ടോ പ്രോട്ടോകോൾ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക കേട്ടോ. നമ്മുടെ എന്താണ് അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടാണ്. ഹരിതഗൃഹവാതക ഉദ്വമനം കുറയ്ക്കുന്നതിന് അതിന്റെ കക്ഷികളെ പ്രതിജ്ഞാബദ്ധരാക്കുന്ന ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് എന്ത്? ക്യോട്ടോ പ്രോട്ടോകോൾ എന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഇത് 1997 അംഗീകരിക്കുകയും 2005 പ്രാബല്യത്തിൽ വരികയും ചെയ്തു എന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ക്യോട്ടോ പ്രോട്ടോകോൾ അംഗീകരിക്കുകയും അത് നടപ്പിലാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് പറഞ്ഞ എന്താണ്? ക്യോട്ടോ പ്രോട്ടോകോൾ ഹരിതഗൃഹവാതങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു ഉടമ്പടിയാണെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞത്? ക്യോട്ടോ പ്രോട്ടോകോൾ 1997 എന്താണ്? അവതരിപ്പിക്കുകയും അല്ലെങ്കിൽ അംഗീകരിക്കുകയും 2005 പ്രാബല്യത്തിൽ വരികയും ചെയ്തൊരു ഉടമ്പടിയാണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ എന്താണ് പറഞ്ഞത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദ്യം കേട്ടോ. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ക്യോട്ടോ പ്രോട്ടോകോൾ ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1997 അവതരിപ്പിച്ച അല്ലെങ്കിൽ ആ സമയത്ത് അംഗീകരിച്ച ഒരു ഉടമ്പടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ക്യോട്ടോ പ്രോട്ടോകോൾ കേട്ടോ. ജപ്പാനിലെ ക്യോട്ടോയിൽ വെച്ചിട്ടാണ് ഇത് അവതരിപ്പിച്ചതും അവിടെ വെച്ചിട്ടാണ് ഇത് അംഗീകരിക്കുന്നതും. ക്യോട്ടോ പ്രോട്ടോകോൾ 1997 ഓർത്തു വെച്ചിരിക്കണം. ഓക്കെ ആണേ. ശരി. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. 2005 ഇത് പ്രാബല്യത്തിൽ വന്നത്. 2020 കാലാവധി തീരുകയും ചെയ്തു എന്നൊന്നും ഓർത്ത് വെച്ചിരിക്കണം. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ക്യോട്ടോ പ്രോട്ടോകോൾ അംഗീകരിച്ചിട്ടില്ല. അതെന്ത് ചെയ്തിട്ടില്ല? അതിന് നേതൃത്വം വഹിക്കുന്നതുമില്ല. ഇടയ്ക്കൊക്കെ അംഗീകരിക്കും, ചിലപ്പോൾ അതിൽ നിന്നും പിന്മാറും. ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2020 എന്ത് ചെയ്തു? ക്യോട്ടോ പ്രോട്ടോകോളിന്റെ കാലാവധി അവസാനിപ്പിച്ചു. എന്നാൽ അതിന് തൊട്ട് മുന്നായി തന്നെ ഇതിന് പകരമായിട്ട് ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുക, ആഗോളതാപനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മറ്റൊരു ഉടമ്പടി ഇതിന് ബദലായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് പാരീസ് ഉടമ്പടി. ഇതും അമേരിക്ക എന്ത് ചെയ്തിട്ടില്ല? അംഗീകരിച്ചിട്ടില്ല കേട്ടോ. പാരീസ് ഉടമ്പടി ഓർത്തു വെച്ചിരിക്കണം. പാരീസ് ഉടമ്പടി 2015 അവതരിപ്പിച്ചത്. 2016 ഇത് നിലവിൽ വരികയും ചെയ്തു. പാരീസ് ഉടമ്പടി ക്യോട്ടോ പ്രോട്ടോകോളിന് ബദലായിട്ട് വന്നതാണ്. അതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആഗോളതാപനം 1.5 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുക എന്നതാണ് പ്രഖ്യാപിത ലക്ഷ്യം കേട്ടോ. ഈ പാരീസ് ഉടമ്പടിയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് വെച്ചാൽ ആഗോളതാപനം 1.5 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുക എന്നതായിരുന്നു. 2016 ഇത് വരുന്നത്. 2020 ക്യോട്ടോ പ്രോട്ടോകോളിന്റെ കാലാവധി അവസാനിക്കുന്നു എന്നതിനാലാണ് പാരീസ് ഉടമ്പടിയുടെ ഒരു ആവശ്യകത അല്ലെങ്കിൽ ആ ഒരു ഉടമ്പടി നിലവിൽ വരാൻ കാരണമായത്. ഈ നമ്മൾ പറഞ്ഞ ക്യോട്ടോ പ്രോട്ടോകോൾ നമ്മൾ പറഞ്ഞു 97 വന്നേന്നില്ലേ. ഏത് കാലാവസ്ഥാ ഉച്ചകോടിയിലാണ് ഈ ഒരു ക്യോട്ടോ പ്രോട്ടോകോൾ വന്നതെന്ന് ചോദിച്ചാൽ 3ാം കാലാവസ്ഥാ ഉച്ചകോടിയിലാണെന്ന് കൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. എന്താണ്? 3ാം കാലാവസ്ഥാ ഉച്ചകോടിയിലാണ് ക്യോട്ടോ പ്രോട്ടോകോൾ വന്നത്. കാലാവസ്ഥാ ഉച്ചകോടിയെ നമ്മൾ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അല്ലെങ്കിൽ കോപ്പ് എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ് കാലാവസ്ഥാ ഉച്ചകോടി അറിയപ്പെടുന്നത്. ഓർത്തു വെച്ചിരിക്കണം. 2024 കേട്ടോ. 2024 കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചിട്ടാണ്? 2024 നടന്ന കാലാവസ്ഥാ ഉച്ചകോടി 29ാം കാലാവസ്ഥാ ഉച്ചകോടിയാണ് 2024 നടന്നത്.
ബാക്കൂല് വെച്ചിട്ടാണ് കേട്ടോ. അസർബൈജാനിലെ ബാക്കൂല് വെച്ചിട്ടാണ് ഈ ഒരു കാലാവസ്ഥാ ഉച്ചകോടി നടന്നത്. ഇനി നമ്മുടെ 2025 നടന്ന 30ാം കാലാവസ്ഥാ ഉച്ചകോടി എവിടെയാണെന്ന് വെച്ചാൽ ബെലോം എവിടെയാണെന്ന് വെച്ചാൽ ബ്രസീലിലാണ് കേട്ടോ. ബ്രസീലിലാണ്. ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ ക്യോട്ടോ പ്രോട്ടോക്കോളുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. ക്യോട്ടോ പ്രോട്ടോക്കോൾ 97 അംഗീകരിച്ചത്. നിലവിൽ വന്ന 2005 2020 ഇതിൻ്റെ കാലാവധി തീർന്നു. ഇതിന് ബദലായി വന്ന പാരീസ് ഉടമ്പടിയാണ്. പാരീസ് ഉടമ്പടി 2016 നിലവിൽ വരുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ലക്ഷ്യം ആഗോളതാപനം 1.5 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുക എന്നതാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ ഹരിതഗൃഹ വാതകങ്ങളുടെ ഉദ്വമനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ വന്നത്. അമേരിക്ക ഇതിനകത്ത് എന്താണ് പ്രധാന പങ്കൊന്നും വഹിക്കുന്നില്ല എന്ന കാര്യം ഓർത്തു വച്ചിരിക്കുക. ഈ കാലാവസ്ഥ ഉച്ചകോടി ഓർത്തു വച്ചിരിക്കണം. 24 നടന്ന 29ാം കാലാവസ്ഥ ഉച്ചകോടി അല്ലെങ്കിൽ COP29 എങ്ങനെയാണ് അതിൻ്റെ പേര് കേട്ടോ. COP29 എവിടെയായിരുന്നു? അസർബൈജാനിലെ ബാക്കൂല് വെച്ചിട്ടാണെന്ന് ഓർക്കണം. പിന്നെന്താണ് 30ാം കാലാവസ്ഥാ ഉച്ചകോടി 2025 നടന്നത് എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ എവിടെയാണ്? ബ്രസീലിലെ ബെലോമിൽ വെച്ചിട്ടാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ ആണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1997 ഡിസംബർ 11 ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത്. അത്രേ ഉള്ളൂ കേട്ടോ. ഡേറ്റ് സഹിതം കൊടുത്തു എന്നേ ഉള്ളൂ. 97 ഡിസംബർ 11. അടുത്ത ക്വസ്റ്റ്യൻ. പട്ടിക 1 ധാതു അല്ലെങ്കിൽ ഊർജ സ്രോതസ്സിനെ പട്ടിക 2 അതിൻ്റെ ഉൽപാദന മേഖല അല്ലെങ്കിൽ ഖനി എന്നിവയുമായി പൊരുത്തപ്പെടുത്തുക. നോക്കിയേ, ഇവിടെ ധാതു അല്ലെങ്കിൽ എന്താണ് ഊർജ സ്രോതസ് കൊടുത്തിട്ടുണ്ട്. പട്ടിക 2 അതുമായി ബന്ധപ്പെട്ട ഉൽപാദന മേഖല അല്ലെങ്കിൽ എന്താണ് ഖനിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. അത് ഏതാണെന്ന് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പെട്രോളിയവുമായി ബന്ധപ്പെട്ട ഖനി ഇതിൽ ഏതാണെന്നാണ് ചോദ്യം കേട്ടോ. പെട്രോളിയവുമായി ബന്ധപ്പെട്ട ഖനി ഏതാണ്? മുംബൈ ഹൈ ആണ് അല്ലേ. പെട്രോളിയം ഖനി എവിടെയാണ്? മുംബൈ ഹൈയിലാണ്. നെക്സ്റ്റ് വൺ ബോക്സൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് വൺ എന്താണ്? ബോക്സൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബോക്സൈറ്റ് എവിടെയാണ്? കൊരാപ്പുട്ടാണ് കേട്ടോ. കൊരാപ്പുട്ടിലാണ് എന്ത് ബോക്സൈറ്റ് ഖനി എവിടെയാണ്? കൊരാപ്പുട്ട്. നെക്സ്റ്റ് ഒരു കൽക്കരി ഖനിയാണ് കൊടുത്തിരിക്കുന്നത്. ജാരിയ. ജാർഖണ്ഡിലെ ജാരിയാണ് കൽക്കരി ഖനി. കോൾ എവിടെയാണ്? ജാരിയ. നെക്സ്റ്റ് വൺ ഗോൾഡ്. സ്വർണ്ണഖനി ഹട്ടിയാണ് അല്ലേ. സ്വർണ്ണഖനി ഏതാണ്? ഹട്ടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, പെട്രോളിയം എവിടെയാണ്? മുംബൈ ഹൈ. ബോക്സൈറ്റ് കൊറാപ്പുട്ട്. കോൾ ജാരിയ. ഗോൾഡ് ആണെങ്കിൽ ഹട്ടിയാണ് അല്ലേ. A3 ABCD AC 1 C ആണ്. 2 A ആണ്. 3 എന്താണ്? D. 4 B. അപ്പോൾ ഓപ്ഷൻ A ആണ് എന്ത് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റഷ്യയെയും വടക്കേ അമേരിക്കയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണെന്നാണ് ചോദ്യം ഇല്ലേ. ഓപ്ഷൻ എ പാക്കടലിടുക്ക് കൊടുത്തിട്ടുണ്ട്. ബി ബറിംഗ്. 3 മഗല്ലൻ. 4 ഹോർമൂസ് എന്നിവ കൊടുത്തിട്ടുണ്ട്. റഷ്യയെയും വടക്കേ അമേരിക്കയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണെന്ന് വെച്ചാൽ അത് ബറിംഗ് കടലിടുക്കാണ് കേട്ടോ. ഓർത്ത് വെച്ചിരിക്കണം ഏതാണ്? ബറിംഗ് കടലിടുക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്നത് താഴത്തെ മാന്റിലിനും പുറം കാമ്പിനും ഇടയിലുള്ള അതിർത്തിയാണ്. അപ്പൊ എന്താണ്? ഭൂമിയുടെ പാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഭൂമിയുടെ പാളികൾ നമുക്കറിയാം. ഭൂവൽക്കം, മാന്റില്, കോറ് എന്നിങ്ങനെ 3 പാളികളാണ് ഭൂമിക്ക് പ്രധാനമായിട്ടും ഉള്ളതെന്ന് നമുക്കറിയാം. ഭൂവൽക്കം, മാന്റില്, കോറ്. അതിനകത്ത് ഒന്നാമത്തെ എന്താണ്? ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്നത് താഴത്തെ മാന്റിലിനെയും പുറം കാമ്പിനും ഇടയിലുള്ള അതിർത്തിയാണെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് നോക്കിയേ. കോൺറാഡ് വിച്ഛിന്നതയിൽ നിന്നാണ് മാന്റിൽ ആരംഭിക്കുന്നത് എന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ എന്താണ്? റെപ്പറ്റി നിർത്തലാക്കൽ എന്നത് മാന്റിലുകൾക്കിടയിലെ സംക്രമണ മേഖലയാണ്. നാലാമത്തെ മൊഹറോവിസിക് നിർത്തലാക്കൽ എന്നത് മുകളിലും താഴെയുമുള്ള പുറന്തോടിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂവൽക്കം, മാന്റില്,
കോർ, ഇവയ്ക്കിടയിലെല്ലാം എന്തുണ്ട്? അതിർത്തികളുണ്ട്. മാൻഡിലിനും കോറിനും ഇടയ്ക്ക് അതിർത്തിയുണ്ട്. ഭൂവൽക്കത്തിനും മാൻഡിലിനും ഇടയിൽ അതിർത്തിയുണ്ട്. അതേപോലെ തന്നെ ഭൂവൽക്കത്തെ നമുക്ക് വൻകര ഭൂവൽക്കമെന്നും സമുദ്ര ഭൂവൽക്കമെന്നും രണ്ടായി തരംതിരിക്കാം ഇല്ലേ? ഭൂവൽക്കത്തെ ഏറ്റവും പുറത്ത പാളിയായ ഭൂവൽക്കത്തെ നമുക്ക് വൻകര ഭൂവൽക്കം, കരഭാഗമുള്ളത്, സമുദ്രഭാഗമുള്ളത് സമുദ്ര ഭൂവൽക്കം ഇല്ലേ? അങ്ങനെ രണ്ടായി നമ്മൾ തരംതിരിക്കുന്നില്ലേ? ആ രണ്ട് തരംതിരിവിനും എന്തുണ്ട്? ഒരതിർത്തിയുണ്ട് ഇല്ലേ? അങ്ങനെ എല്ലാത്തിനും അതിർത്തിയുണ്ട്. ഇനി ഈ ഭൂവൽക്കം കഴിഞ്ഞ് മാൻഡിൽ നമ്മൾ പറയുന്നല്ലോ, മാൻഡിലിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇന്നർ മാൻഡിലും ഔട്ടർ മാൻഡിലും, പുറം മാൻഡിലും അകം മാൻഡിലും, അവയ്ക്കും അതിർത്തിയുണ്ട്. കോറിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, അകക്കാമ്പും പുറക്കാമ്പും, അവ തമ്മിലും അതിർത്തിയുണ്ട്. അപ്പൊ എത്ര അതിർത്തിയായില്ലേ? ഭൂവൽക്കത്തിന് തന്നെ രണ്ടെണ്ണം, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. പിന്നെന്താണ്? ഭൂവൽക്കവും മാൻഡിലും കൂടെ ഒരു അതിർത്തി. പിന്നെ മാൻഡില് ഇന്നർ മാൻഡിലും ഔട്ടർ മാൻഡിലിനൂടെ ഒരു അതിർത്തി. ഓക്കെ ആണോ? ഇനി മാൻഡിലും കോറും കൂടെ ഒരു അതിർത്തി. പിന്നെ കോറിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു, പുറം കോറും അകം കോറും ഇല്ലേ? അകക്കാമ്പും പുറക്കാമ്പും. അപ്പൊ എന്താണ്? ഔട്ടർ കോറും ഇന്നർ കോറും, അവയ്ക്കും ഒരു അതിർത്തി. അപ്പൊ എത്ര അതിർത്തിയായി ഇല്ലേ? ഓരോ അതിർത്തിക്കും പേരുണ്ട്. ആ അതിർത്തിയുടെ പേരുകളൊക്കെ നമ്മൾ പഠിക്കണം. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്നത് താഴത്തെ മാൻഡിലിനും പുറംകാമ്പിനും ഇടയിലുള്ള അതിർത്തിയാണ്. അതായത് ഇന്നർ മാൻഡിലിനും ഔട്ടർ കോറിനും ഇടയിലുള്ളതാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്നത് താഴത്തെ മാൻഡിലിനും പുറംകാമ്പിനും ഇടയിലുള്ളതാണ്, ശരിയാണ്. അടുത്തയാണ് ഏത്? കോൺറാഡ് വിച്ഛിന്നതയിൽ നിന്നാണ് മാൻഡിൽ ആരംഭിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ് കേട്ടോ. കോൺറാഡ് വിച്ഛിന്നതയിൽ നിന്നല്ല മാൻഡിൽ ആരംഭിക്കുന്നത്, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. മോറോവിസിക് ആണ്, തെറ്റാണ്. അടുത്തയാണ് റെപ്പറ്റി നിർത്തലാക്കൽ എന്നത് മാൻഡിലുകൾക്കിടയിലുള്ള സാംക്രമണ മേഖലയാണ് എന്നത്. അത് ശരിയാണ്. റെപ്പറ്റി നിർത്തലാക്കൽ എന്നത് മാൻഡിലുകൾക്കിടയിലുള്ള സാംക്രമണ മേഖല, അതായത് ഔട്ടർ മാൻഡിലിന്റെയും ഇന്നർ മാൻഡിലിന്റെയും, പുറം മാൻഡിലിന്റെയും അകം മാൻഡിലിന്റെയും ഇടയിലുള്ളതാണെന്നാണ് പറയുന്നത്. നാലാമത്തെ മൊഹറോവിസിക് നിർത്തലാക്കൽ എന്നത് മുകളിലും താഴെയുമുള്ള പുറന്തോടിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? 2ഉം 4ഉമാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. വൻകര ഭൂവൽക്കത്തെ, ഞാൻ പറഞ്ഞു ഭൂവൽക്കത്തെ രണ്ടായി നമ്മൾ തരംതിരിച്ചു, സമുദ്ര ഭൂവൽക്കം എന്നും വൻകര ഭൂവൽക്കം എന്നും. അതല്ലേ ഭൂവൽക്കത്തെ രണ്ടായിട്ട് തരംതിരിച്ചത്? ഇവർക്കിടയിൽ ഒരു പാളി ഉണ്ടല്ലോ. വൻകര ഭൂവൽക്കത്തെയും സമുദ്ര ഭൂവൽക്കത്തെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയാണ് കോൺട്രാഡ് വിച്ഛിന്നത. ഏതാണ്? കോൺട്രാഡ് വിച്ഛിന്നത. അപ്പൊ അത് പഠിക്കാം. വൻകര ഭൂവൽക്കത്തെയും സമുദ്ര ഭൂവൽക്കത്തെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയെ നമ്മൾ എന്തു പറഞ്ഞു? കോൺട്രാഡ് വിച്ഛിന്നത എന്ന് പറഞ്ഞു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അത് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അടുത്ത നിങ്ങൾ നോക്കിയേ, ഇനി നമ്മൾ ഭൂവൽക്കത്തെയും മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കണം വേണ്ടേ? ഭൂവൽക്കത്തിന് തൊട്ട് താഴത്തെ പാളിയാണ് ഏത്? മാൻഡില്. അപ്പം നമ്മുടെ ഭൂമിയുടെ 3 പ്രധാന പാളികളിൽ ഏറ്റവും പുറത്തെ പാളിയാണ് ഏത്? ഭൂവൽക്കം. ഇതാണ് ഭൂവൽക്കം, ഏറ്റവും പുറത്തെ അല്ലേ? ഭൂമിയുടെ ഏറ്റവും പുറത്തെ പാളിയാണ് ഏത്? ഭൂവൽക്കം. അതിനുള്ളിലാണ് ആര്? മാൻഡിൽ എന്ന പാളി. അതിനുള്ളിലാണ് എന്ത്? കോറ് അല്ലെങ്കിൽ കാമ്പ് എന്ന പാളി. അപ്പൊ ഏറ്റവും പുറത്തെ പാളിയായ ഈ ഭൂവൽക്കത്തെയും ഈ മാൻഡിലിനെയും തമ്മിൽ കേട്ടോ, ഈ ഭൂവൽക്കത്തെയും മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന, ഈ ഒരു പാളി കേട്ടാ, ഇതാണ് ഏത്? മൊഹറോവിസിക് വിച്ഛിന്നത എന്ന് പറയും. അപ്പൊ ഭൂവൽക്കത്തിനെയും മാൻഡിലിനെയും ഇടയിലുള്ള പാളിയാണ് ഏത്? മൊഹറോവിസിക് വിച്ഛിന്നത എന്ന് പറയുന്നത് കേട്ടോ. മൊഹറോവിസിക് വിച്ഛിന്നത എന്ന ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടോ. മൊഹറോവിസിക് വിച്ഛിന്നത എന്ന പാളി. ഇനി എന്താണ്? ഉപരി മാൻഡിലിനെയും അധോ മാൻഡിലിനെയും. മാൻഡിലിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു, പുറത്തെ മാൻഡിലും ഉണ്ട് അകത്തെ മാൻഡിലും ഉണ്ട്. മാൻഡിലിന് 2 ഭാഗം നമ്മൾ പറഞ്ഞു ഇല്ലേ? അപ്പൊ എന്താണ്? ഉപരി മാൻഡിലിനെയും അധോ മാൻഡിലിനെയും വേർതിരിക്കുന്നത് റെപ്പറ്റീവ് വിച്ഛിന്നത. മാൻഡിലിനെ നമ്മൾ ഇന്നർ മാൻഡിൽ ഔട്ടർ മാൻഡിൽ എന്ന് പറയുന്നത് രണ്ടാക്കി. ആ 2 മാൻഡിലിനിടയിലും എന്തുണ്ട്? ഒരു അതിർവരമ്പുണ്ട്. അതിനെ നമ്മൾ ഏത് പേരിൽ വിളിച്ചു? റെപ്പറ്റീവ് വിച്ഛിന്നത എന്ന പേരിൽ വിളിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അടുത്തയാണ് എന്ത്? മാൻഡിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്നത്. ഇപ്പൊ മാൻഡിലിന്റെ കാര്യം കഴിഞ്ഞു. ഭൂവൽക്കവും മാൻഡിലും
മൊഹറോവിസിക് വിച്ഛിന്നത. മാൻഡിലിനകത്ത് എന്താണ്, വെളിയിലെ മാൻഡിലും അകത്ത മാൻഡിലും ഉണ്ട്, അവരെ തമ്മിലൊരു അതിർത്തി ഉണ്ട് ഇല്ലേ, ആ അതിർത്തിയെ നമ്മൾ റെപ്പറ്റീവ് വിച്ഛിന്ന എന്ന് പറഞ്ഞു. ഇനി മാൻഡിൽ കഴിഞ്ഞ അടുത്ത ആര് വന്നു, കോർ വന്നു. അപ്പോൾ മാൻഡിലും കോറും തമ്മിലൊരു അതിർത്തി വന്നു ഇല്ലേ, മാൻഡിലും കോറും തമ്മിലുള്ള അതിർത്തിയെ നമ്മൾ ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്ന് പറഞ്ഞു കേട്ടോ. എന്താണ്, ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്ന് പറഞ്ഞു. ഇനി കോറും ഔട്ടർ കോറും ഉണ്ടല്ലോ, ഇന്നർ കോറും ഉണ്ടല്ലോ. ഔട്ടർ കോറും ഉണ്ട്, ഇന്നർ കോറും ഉണ്ട്, അകക്കാമ്പും പുറക്കാമ്പും ഉണ്ട്. അവയ്ക്കിടയിൽ ഒരു അതിർത്തി ഉണ്ട്, അതാണ് ലേമാൻ വിച്ഛിന്നത. അതാണ് ഏത്, ലേമാൻ വിച്ഛിന്നത. അപ്പൊ എത്ര വിച്ഛിന്നത പറഞ്ഞു, 1, 2, 3, 4, 5 എണ്ണം പഠിക്കണം. ഓക്കെ ആണോ? ഒന്നുകൂടെ പറയാം. ഭൂവൽക്കത്തിലെ വൻകര ഭൂവൽക്കത്തെയും സമുദ്ര ഭൂവൽക്കത്തെയും തമ്മിൽ വേർതിരിക്കുന്നത് കോൺട്രാഡ് വിച്ഛിന്നത. ഭൂവൽക്കത്തെയും മാൻഡിലിനെയും തമ്മിൽ മൊഹറോവിസിക് വിച്ഛിന്നത. മാൻഡിലിനെയും ഇന്നർ മാൻഡിലിനെയും ഇല്ലേ, മാൻഡിലിനെയും ഇന്നർ മാൻഡിലിനെയും, മാൻഡിലിനകത്ത് 2 പാളിയുണ്ട് ഇല്ലേ, ഔട്ടർ മാൻഡിലും ഇന്നർ മാൻഡിലും, അവയെ തമ്മിൽ വേർതിരിക്കുന്നതാണ് ഏത്, റെപ്പറ്റീവ് വിച്ഛിന്നത. ഇനി മാൻഡിലിനെയും കോറിനെയും തമ്മിൽ വേർതിരിച്ചുകൊണ്ട് ഗുട്ടൻബർഗ് വിച്ഛിന്നത. കോറിനെ തന്നെ 2 എണ്ണമാക്കി, ഔട്ടർ കോറും ഇന്നർ കോറും, അകക്കാമ്പും പുറക്കാമ്പും, അവയ്ക്കിടയിലാണ് ലേമാൻ വിച്ഛിന്നത. അപ്പൊ ഇത്രയും ഡിസ്കണ്ടിന്യൂറ്റി എന്ത് ചെയ്തിരിക്കണം, പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ ആണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാമേ. താഴെ പറയുന്നവയിൽ ഏതാണ് കുതിര അക്ഷാംശങ്ങൾ എന്നറിയപ്പെടുന്നത് എന്നതാണ് ചോദ്യം. ഭൂമധ്യരേഖ 0 മുതൽ 20 ഡിഗ്രി വടക്കും തെക്കും, ഭൂമധ്യരേഖയ്ക്ക് 25 ഡിഗ്രി 30 ഡിഗ്രി വടക്കും തെക്കും. എന്താണ്, ഏത് കാര്യമാണെങ്കിലും നമ്മൾ എന്താണ് ഉത്തരായന രേഖയിലും ദക്ഷിണായന രേഖയിലും കാര്യം പറയണം. അതുകൊണ്ടാണ് വടക്കും തെക്കും എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഭൂമധ്യരേഖയ്ക്ക് 45 ഡിഗ്രി മുതൽ 60 ഡിഗ്രി വടക്കും തെക്കും, ഭൂമധ്യരേഖ 75 ഡിഗ്രിക്കും 90 ഡിഗ്രി, ഭൂമധ്യരേഖ 25 മുതൽ 30 ഡിഗ്രി വടക്കും തെക്കുമാണ് എന്തറിയപ്പെടുന്നത്, കുതിര അക്ഷാംശം അല്ലെങ്കിൽ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് അറിയപ്പെടുന്നത്. ഓർത്ത് വെച്ചിരിക്കണം. 25 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയുള്ള ആ ഒരു സ്ഥലമാണ് എന്ത്, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റിവർ ഡെൽറ്റകളെ സംബന്ധിച്ച്, റിവർ ഡെൽറ്റ മീൻസ് നദീമുഖങ്ങളിലെ ഡെൽറ്റകളെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവന പരിഗണിക്കുകയും താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുകയും ചെയ്യുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, നദീമുഖത്തുള്ള ഫാനാകൃതിയിലുള്ള എക്കൽ പ്രദേശമാണ് ഡെൽറ്റ. അതായത് ഒരു നദി ഒഴുക്കിക്കൊണ്ടുവരുന്ന ആ നദിയുടെ മുഖത്ത് ഒരു ഒരു വിശറി ആകൃതിയിലുള്ള ഒരു എക്കൽ പ്രദേശമാണ് എന്ത്, ഡെൽറ്റ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ശുദ്ധജലവും ഉപ്പുവെള്ളവും കലർന്ന ഒരു നദിയുടെ വേലിയേറ്റ മുഖമാണ് ഡെൽറ്റ. ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഡെൽറ്റയുടെ രൂപീകരണത്തിന് ആഴം കുറഞ്ഞ കടൽ, പാറക്കഷ്ണങ്ങളുടെ ഗണ്യമായ ഭാരം വഹിക്കുന്ന നദി, ശാന്തമായ ചില തീരം എന്നിവ ആവശ്യമാണ്. ഇതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. നാലാമത്തെ എന്താണ്, ഉയർന്ന വേലിയേറ്റമുള്ള കടലിന്റെ തീരത്താണ് ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത് എന്നിങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫാൻ ആകൃതിയിൽ, അതായത് എന്താണ്, ഫാൻ ആകൃതിയിലുള്ള എക്കൽ പ്രദേശമാണ് ഡെൽറ്റ എന്ന് പറയുന്നു ഇല്ലേ. ഡെൽറ്റ ഒരു ഫാൻ ആകൃതിയിലാണ് രൂപപ്പെടാൻ ആരംഭിക്കുന്നത്. അവസാനം അത് എന്തായി മാറുകയാണ്, ഒരു ത്രികോണാകൃതിയിലേക്കൊക്കെ മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. നദി ഒഴുക്കിക്കൊണ്ട് വരുന്ന അവസാദങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ടാണ് എന്തെന്ന് ഡെൽറ്റ രൂപം കൊള്ളുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ, ശുദ്ധജലവും ഉപ്പുവെള്ളവും കലർന്ന ഒരു നദിയുടെ വേലിയേറ്റ മുഖമാണ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഡെൽറ്റ ഒരിക്കലും ഒരു വേലിയേറ്റ മുഖമൊന്നും അല്ല കേട്ടോ. അപ്പൊ എന്താണ്, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ, ഡെൽറ്റയുടെ രൂപീകരണത്തിന് ആഴം കുറഞ്ഞ കടൽ, പാറക്കഷ്ണങ്ങളുടെ ഗണ്യമായ ഭാരം വഹിക്കുന്ന നദി, ശാന്തമായ ചില തീരം എന്നിവയൊക്കെ ആവശ്യമാണ്. ശരിയാണ്, ഇതൊക്കെ ആവശ്യമാണ്. നാലാമത്തെ എന്താണ്, ഉയർന്ന വേലിയേറ്റമുള്ള കടലിന്റെ തീരത്താണ് ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത്. അതും ശരിയായ പ്രസ്താവനയാണ് കേട്ടോ. അപ്പൊ എന്താണ്, 1, 3, 4 ശരിയായ പ്രസ്താവന. 1, 3, 4 എന്നിവ എന്താണ്, ശരിയായ പ്രസ്താവനയാണ്. ഇത് ഡെൽറ്റയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓർത്തു വെച്ചിരിക്കണം. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന വസ്തുക്കൾ നദീമുഖങ്ങളിൽ അടിഞ്ഞുകൂടി ത്രികോണാകൃതിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് എന്ത്, ഡെൽറ്റ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്, നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന വസ്തുക്കള് നദീമുഖങ്ങളിൽ അടിഞ്ഞുകൂടി ത്രികോണ ആകൃതിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? അപ്പോൾ ഒരു നദീജന്യ ഭൂരൂപമാണ് എന്ത്, ഡെൽറ്റ എന്ന് ഓർത്തു വെച്ചിരിക്കണം. ഓക്കെ ആണേ. ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ് ഇന്ത്യയിലെ? സുന്ദർബൻസ് ആണ് അല്ലേ, സുന്ദർബൻസ്.
അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കാണുന്ന പ്രത്യേകതകൾ ഇന്ത്യയിലെ ഒരു ഉപദ്വീപീയ നദീവ്യവസ്ഥയെ കുറിച്ചാണ്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. വീണ്ടും നദിയുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നു ഇല്ലേ? അതും ഒരു ഉപദ്വീപീയ നദിയുമായി ബന്ധപ്പെട്ടതാണ്. നോക്കാം. ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട? നമുക്ക് അറിയാവുന്നതാണ് ഉപദ്വീപീയ നദികൾ. നർമ്മദ, താപ്തി, ഗോദാവരി, കാവേരി, കൃഷ്ണ. ഇതൊക്കെ എന്താണ്? മഹാനദി. ഇതൊക്കെ എന്താണ്? ഉപദ്വീപീയ നദികളാണ്. ഉപദ്വീപിന്റെ, അതായത് ഇന്ത്യൻ ഉപദ്വീപിന്റെ ഭാഗമായ നദികളാണ് എന്തൊക്കെ? ഉപദ്വീപീയ നദികൾ. പിന്നെ നമുക്ക് ഹിമാലയൻ നദികൾ അറിയാം ഇല്ലേ? നമ്മുടെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, യമുന. ഇതൊക്കെ എന്താണ്? ഹിമാലയൻ നദികളാണ്. അപ്പോൾ ഉപദ്വീപീയ നദിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ്. സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇത് ഉത്ഭവിക്കുന്നത് മഹാബലേശ്വറിന് സമീപമുള്ള നീരുറവയിൽ നിന്നാണ്. ഇതിന്റെ ദൈർഘ്യം 1400 കിലോമീറ്റർ ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഈ നദിയുടെ, ഇപ്പൊ തന്നെ ആർക്കും കിട്ടിക്കാണും, മഹാബലേശ്വർ എന്ന് കേൾക്കുമ്പോൾ തന്നെ കിട്ടൂല്ലേ? ഈ നദിയുടെ പ്രധാന പോഷക നദി ഭീമയും തുംഗഭദ്രയുമാണ്. ഈ നദി മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. ഓപ്ഷൻ ഗോദാവരി നദി, ഓപ്ഷൻ ബി കൃഷ്ണ നദി, ഓപ്ഷൻ സി മഹാനദി, ഓപ്ഷൻ ഡി കാവേരി. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി കൃഷ്ണ നദിയാണ് അല്ലേ? കൃഷ്ണ നദി മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഓർത്ത് വെച്ചിരിക്കണം, ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ 2ാം സ്ഥാനമാണ് വലുപ്പത്തിൽ കൃഷ്ണ നദിക്ക്. ഓർത്ത് വെച്ചിരിക്കുക. എന്താണ്? 1400 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൈർഘ്യം. ഇതെന്താണ്? പോഷക നദികൾ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? ഭീമയും തുംഗഭദ്രയും കൃഷ്ണ നദിയുടെ പോഷക നദികളാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. മഹാരാഷ്ട്രയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ആരൊഴുകുന്നത്? കൃഷ്ണ നദി ഒഴുകുന്നതെന്നും ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ കൃഷ്ണ നദിയുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൃഷ്ണ നദി എങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്? തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന ആരെയാണ്? കൃഷ്ണയാണ് അല്ലേ? തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഇത് കൃഷ്ണ നദി. ഇനി നെക്സ്റ്റ് നോക്കിയേ. ഊഷ്മള പ്രവാഹങ്ങളെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നതാണ് ചോദ്യം. ഊഷ്മള പ്രവാഹങ്ങൾ, സമുദ്രജല പ്രവാഹത്തെ പറ്റിയാണ് ചോദ്യം. ചോദ്യം എന്താണ്? ഊഷ്മള ജലപ്രവാഹത്തെ പറ്റിയാണ്, അതായത് ഉഷ്ണജല പ്രവാഹത്തെ പറ്റിയാണ് ചോദ്യം. ഓർത്തു വെച്ചിരിക്കണം, സമുദ്രജല പ്രവാഹങ്ങൾ ഉഷ്ണജല പ്രവാഹങ്ങളുമുണ്ട്, ശീതജല പ്രവാഹങ്ങളുമുണ്ട് കേട്ടോ. അപ്പോൾ ഉഷ്ണജല പ്രവാഹങ്ങളുമുണ്ട്, ഇത് ശീതജല പ്രവാഹങ്ങളുമുണ്ട്. ഇതിനകത്ത് ഉഷ്ണജല പ്രവാഹങ്ങൾ കേട്ടോ, ഉഷ്ണജല പ്രവാഹത്തെ പറ്റിയാണ് എന്ത് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. ഗൾഫ് സ്ട്രീം കറണ്ട്, ക്യാനറി കറണ്ട്, 2 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഒരു ജോഡിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് ഇത് ഊഷ്മള ജലപ്രവാഹത്തിന് ഉദാഹരണമാണോ എന്നതാണ് ഫസ്റ്റ് കാര്യം. രണ്ടാമത് കൊടുത്തിരിക്കുന്ന അഗുൽഹാസ് ആണ് കേട്ടോ. അഗുദാസ് അല്ല, അഗുൽഹാസ് കറണ്ട്, ഒയാഷ്യോ കറണ്ട്, അങ്ങനെ ഒന്നാണ് എന്ത് രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത് കുറോഷ്യോ കറണ്ടും ബ്രസീലിയൻ കറണ്ടുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ 2 എണ്ണവും എന്തായിരിക്കണം? ഊഷ്മള ജലപ്രവാഹമായിരിക്കണം, അല്ലെങ്കിൽ ഉഷ്ണജലപ്രവാഹമായിരിക്കണം. അപ്പൊ നോക്കിയേ, ആദ്യത്താണ് ഗൾഫ് സ്ട്രീമും കാനറീസും. ഇത് രണ്ടും ഏത് സമുദ്രവുമായി ബന്ധപ്പെട്ടാണെന്ന് അറിയാമോ? അതായത് ഗൾഫ് സ്ട്രീമും കാനറീസും അറ്റ്ലാന്റിക് സമുദ്രവുമായി ബന്ധപ്പെട്ടാണ്. അത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഇവിടെ ഏത് സമുദ്രവുമായി ബന്ധപ്പെട്ടാണ്? അറ്റ്ലാന്റിക് സമുദ്രവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിനകത്ത് ഗൾഫ് സ്ട്രീം ഒരു ഉഷ്ണജല പ്രവാഹമാണ്, എന്നാൽ കാനറി ഒരു ശീതജല പ്രവാഹമാണ്. അപ്പൊ ഈ ഓപ്ഷൻ എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഗൾഫ് സ്ട്രീം ഒരു ഉഷ്ണജല പ്രവാഹവും കാനറീസ് ഒരു ശീതജല പ്രവാഹവുമാണ്. ഇത് രണ്ടും അറ്റ്ലാന്റിക് സമുദ്രത്തിലേതാണെന്നൊന്ന് ഓർത്തു വെച്ചിരിക്കണം. നെക്സ്റ്റ് വൺ അഗുൽഹാസ് കറണ്ടും ഒയാഷ്യോ കറണ്ടുമാണ്. അഗുൽഹാസ് ഒരു ഉഷ്ണജല പ്രവാഹമാണ്. ഏത് സമുദ്രത്തിലേതാണ്? നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേതാണ് ഏത്? അഗുൽഹാസ്. അഗുൽഹാസ് ഒരു ഉഷ്ണജല പ്രവാഹമാണ്, മറന്നു പോകല്ലേ. അഗുൽഹാസ് ഒരു ഉഷ്ണജല പ്രവാഹമാണ്. ഏത് സമുദ്രമാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ജസ്റ്റ് ഓർത്ത് വെച്ചേക്കണം. നെക്സ്റ്റ് വൺ ഒയാഷ്യോ ഒരു ശീതജല പ്രവാഹമാണ്. അപ്പൊ ഈ ഓപ്ഷനിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഒയാഷ്യോ ശീതജല പ്രവാഹമാണ്, പസഫിക് സമുദ്രം.
ഇവിടെ സമുദ്രം ഒന്നും ചോദിച്ചിട്ടില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒയാഷി ഒരു ശീതജല പ്രവാഹവും അഗുൽഹാസ് ഒരു ഉഷ്ണജല പ്രവാഹവുമാണ്. അഗുൽഹാസ് ആണെങ്കിൽ ഇന്ത്യൻ സമുദ്രത്തിലെയും ഒയാഷി ആണെങ്കിൽ പസഫിക് സമുദ്രത്തിലെയും. അപ്പൊ അത് എടുക്കാൻ പറ്റില്ല അല്ലേ? ശരി, വിട്ടേരെ. അപ്പൊ അടുത്തയാണ് നമുക്ക് അവിടെ നിന്ന് തന്നെ അറിയാം. എങ്കിലും നമുക്ക് നോക്കാം. കുറോഷിയോ കറണ്ടും ബ്രസീലിയൻ കറണ്ടും. കുറോഷിയോ കറണ്ടും ബ്രസീലിയൻ കറണ്ടും എന്താണ്? ഉഷ്ണജല പ്രവാഹങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ഈ കുറോഷിയോയും ബ്രസീലിയനുമാണ് എന്ത് ഉത്തരമായി വരുന്നത്. 3 മാത്രമാണ് ശരിയായത്. എന്ത്? ഊഷ്മള പ്രവാഹത്തിന് ഉദാഹരണങ്ങൾ. ഈ കുറോഷിയോ പസഫിക്കിലേതാണ് കേട്ടോ, പസഫിക്കിലേക്കാണ് ഓർത്തു വച്ചിരിക്കണം. പസഫിക്കിലേതാണ് കുറോഷിയോ. ബ്രസീലിയൻ ആണെങ്കിൽ അറ്റ്ലാന്റിക്കിലും. അപ്പൊ നമ്മൾ സമുദ്രജല പ്രവാഹങ്ങൾ കുറച്ചൊക്കെ പഠിച്ചു ഇല്ലേ? പസഫിക്കിലേത് കുറച്ച് പഠിച്ചു. പസഫിക്കിലെ ഏതൊക്കെയായിരുന്നു? കുറോഷിയും ഒയാഷിയും. ഉഷ്ണജലമാകുമ്പോൾ കുറോഷിയും ഒയാഷിയും ആയപ്പോൾ ശീതജലം. അപ്പോൾ 2 പഠിച്ചു. പിന്നെ അറ്റ്ലാന്റിക്കിലേത് പഠിച്ചു. അറ്റ്ലാന്റിക്കിലേത് ഏതൊക്കെയാണ്? ഗൾഫ് സ്ട്രീമും കാനറീസും ബ്രസീലിയനും പഠിച്ചു ഇല്ലേ? ഗൾഫ് സ്ട്രീം ഒരു ഉഷ്ണജല പ്രവാഹമാണ്, ബ്രസീലിയൻ ഒരു ഉഷ്ണജല പ്രവാഹമാണ്. എന്നാൽ കാനറീസ് ഒരു ശീതജല പ്രവാഹമാണ്. 3 അറ്റ്ലാന്റിക്കിലേതാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ് ഏത്? നമ്മുടെ അഗുൽഹാസ് പ്രവാഹം. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കരേവ രൂപീകരണത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കരേവ രൂപീകരണം. കരേവ എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. കരേവ മണ്ണാണല്ലേ? കരേവ മണ്ണ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഏതാണ് ശരി? അല്ലെങ്കിൽ അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രദേശമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹിമാചൽ, ഉത്തരാഞ്ചൽ ഹിമാലയം, കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം, ഡാർജിലിംഗ്, സിക്കിം ഹിമാലയം. ഇതിൽ ഏത് മേഖലയിലാണ് കരേവ മണ്ണ് രൂപീകരിക്കപ്പെടുന്നത് എന്നാണ് ചോദ്യം. കരേവ മണ്ണ് എപ്പോഴും കാശ്മീർ മേഖലയിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കാശ്മീർ മേഖലയിലാണ് കരേവ മണ്ണ്. കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കരേവ മണ്ണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ 2 പോയിന്റ് കൂടി ഓർത്തുക. കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയവുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? കരേവ മണ്ണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓപ്ഷൻ ബി ആണ് അല്ലേ? 2 മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്നത്. ഈ കരേവ മണ്ണ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുങ്കുമപ്പൂ കൃഷി. കുങ്കുമപ്പൂ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? കരേവ മണ്ണ്, കാശ്മീര്. കേട്ടാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉൾവശം സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. അപ്പൊ ഭൂമിയുടെ ഉൾവശമാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഭൂവൽക്കത്തിനും മാൻഡലിനും ഇടയിലുള്ള സാംക്രമണ മേഖലയാണ് മൊഹറോവിസിക് വിച്ഛിന്നത. വിച്ഛിന്നതയെക്കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ ഇല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ഭൂവൽക്കത്തിനും മാൻഡലിനും ഇടയിലാണ് എന്ത്? മൊഹറോവിസിക് വിച്ഛിന്നത. നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ, നിഫേ പാളികൾ കാമ്പിലാണ് കാണപ്പെടുന്നത്. അതായത് ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളിയായ കോറ് അല്ലെങ്കിൽ കാമ്പ് നിക്കലും ഇരുമ്പും കാരണം സമ്പുഷ്ടമാണ് കേട്ടോ. അവിടെ സമ്പുഷ്ടമായിട്ട് എന്ത് കാണാൻ സാധിക്കും? നിക്കലും ഇരുമ്പും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിഫെ എന്നാണ് നമുക്ക് ആ പാളിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അത് കോറിനെ നമ്മൾ നിഫെ എന്ന് വിശേഷിപ്പിക്കും. ഇരുമ്പ്, അയൺ, ഫെറം അല്ലേ? ഫെറം. അപ്പം നിഫെ എന്ന പേരിൽ കേട്ടോ, നിഫെ എന്ന പേരിൽ എന്തിനെ വിശേഷിപ്പിക്കുന്നുണ്ട്? കോറിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഉപരിമാൻഡിൽ ദ്രാവക അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉപരിമാൻഡിലും അധോ മാൻഡിലും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? പുറത്തെ മാൻഡിൽ ദ്രാവക അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഉപരിമാൻഡിൽ എങ്ങനെയാണ്? ദ്രാവക അവസ്ഥയിലും അധോ മാൻഡിൽ ഖരാവസ്ഥയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഉപരിമാൻഡിൽ ദ്രാവക അവസ്ഥയിലാണ്. 3 സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഇവയെല്ലാം ശരിയായ പ്രസ്താവനയാണ്. അടുത്ത നോക്കിയേ, ഭൂമിയുടെ പാളി മാറി അന്തരീക്ഷ പാളിയിലേക്ക് കയറി അല്ലേ? അന്തരീക്ഷത്തിന്റെ പാളികൾക്കനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ ക്രമം എന്നാണ് ചോദ്യം. സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ഓർഡർ അറിയുമ്പം എല്ലാ ഓർഡറും കറക്റ്റായിട്ട് അറിയത്തില്ലെങ്കിലും ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് അവിടെ നിന്ന് തന്നെ വെട്ടാം. സ്ട്രാറ്റോസ്ഫിയർ അല്ല ആദ്യത്തെ പാളി, വെട്ടി. രണ്ടാമത്തേനകത്ത് എന്തുണ്ട്? ട്രോപ്പോസ്ഫിയർ ഉണ്ട്. അപ്പൊ അയാളെ നമുക്ക് അവിടെ നിർത്താം. മൂന്നാമത്തെ നോക്കിയാൽ മീസോസ്ഫിയർ എന്നാ തുടങ്ങുന്നത്, അവിടെ വെട്ടാം. നാലാമത്തെ നോക്കിയാൽ തെർമോസ്ഫിയർ എന്നാ, അത് തെറ്റാം. അപ്പൊ ഇതാണ് നമുക്ക് അവിടെ നിന്ന് അനുമാനിക്കാം. എന്നാലും നമുക്ക് ഒന്നുകൂടി നോക്കണം. ട്രോപ്പോസ്ഫിയർ ഏറ്റവും താഴത്തെ പാളി, തൊട്ടുമേലെ സ്ട്രാറ്റോസ്ഫിയർ ഇല്ലേ? ജെറ്റൊക്കെ പോകുന്ന പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ ഒക്കെ കാണപ്പെടുന്ന പാളിയാണ് ഏത്? സ്ട്രാറ്റോസ്ഫിയർ.
ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലേ. ജീവൻ നിലനിൽക്കുന്ന പാളിയാണ് ഏത്? ട്രോപ്പോസ്ഫിയർ. നമുക്ക് വായുവും ജലവും എല്ലാം കിട്ടുന്ന നമ്മൾ ഈ നിലനിൽക്കുന്ന പാളിയാണ് ഏത്? ട്രോപ്പോസ്ഫിയർ. അതിന്റെ തൊട്ട് മുകളിൽ ആരുണ്ട്? സ്ട്രാറ്റോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങൾ പോകുന്നു, ഓസോൺ പാളി കാണപ്പെടുന്നതൊക്കെ എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. അതിന്റെ തൊട്ട് മേളത്തെ പാളിയാണ് ഏത്? മീസോസ്ഫിയർ. കേട്ടോ, അതിന്റെ തൊട്ട് മുകളിലത്തെ പാളിയാണ് ഏത്? മീസോസ്ഫിയർ. കേട്ടോ, മീസോസ്ഫിയർ ആണ് അതിന്റെ തൊട്ട് മുകളിലത്തെ പാളി. നമ്മുടെ ഈ ഉൽക്കകളൊക്കെ എന്താണ് എരിഞ്ഞു തീരുന്നത് ഈ ഒരു മീസോസ്ഫിയറിൽ വെച്ചിട്ടാണ്, ഓർത്തു വെച്ചിരിക്കണം. അതിന്റെ തൊട്ട് മേളത്തെ പാളിയാണ് ഏത്? തെർമോസ്ഫിയർ. ആ തെർമോസ്ഫിയറിന്റെ ഭാഗമായിട്ട് നമ്മൾ അയണോസ്ഫിയർ ഒക്കെ പഠിക്കാറുണ്ട് ഇല്ലേ. അതേപോലെ തന്നെ ഈ റേഡിയോ തരംഗങ്ങളൊക്കെ നമുക്ക് എന്താണ് തെർമോസ്ഫിയറുമായി കണക്ട് ചെയ്തിരിക്കുന്നു, നമ്മൾ അതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണാണ് ഏത്? എക്സോസ്ഫിയർ. കേട്ടോ, ഏറ്റവും ലാസ്റ്റ് ആണ് എക്സോസ്ഫിയർ. അപ്പോൾ ഓർക്കണം, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ എന്നിവയാണ് ഭൂമിയുടെ അന്തരീക്ഷ പാളി. ഓക്കെ ആണേ. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി അല്ലേ. ആരവല്ലി പർവ്വതനിരയെ കുറിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ആരവല്ലി പർവ്വതത്തെക്കുറിച്ച് ആദ്യം തന്നെ ഒരു TK പറഞ്ഞ അവിടെ വെച്ചു ഇല്ലേ. എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയാണ് ഇത് ആരവല്ലി എന്ന് പറഞ്ഞു ഇല്ലേ. ഇപ്പോൾ ഇന്ന് ബന്ധപ്പെട്ട തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നോക്കാം. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. മൺസൂൺ സമയത്ത് ആരവല്ലി പർവ്വതനിരകൾ തടസ്സമായി മാറുന്നതിനാൽ മൺസൂൺ മേഘങ്ങൾ കിഴക്കോട്ട് നീങ്ങുകയും ഉപഹിമാലയൻ നദികളെ പോഷിപ്പിക്കുകയും ഉത്തരേന്ത്യൻ സമതലത്തിന് പോഷണം നൽകുകയും ചെയ്യുന്നു എന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആരവല്ലി താർ മരുഭൂമിയിലേക്കും ഉത്തരേന്ത്യൻ സമതലത്തിനിടയിലുള്ള ഒരു തടസ്സമായി നിൽക്കുന്നു എന്നതാണ് 2 സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ബാക്കി സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ആരവല്ലി ഉത്തരേന്ത്യക്കും ദക്ഷിണേന്ത്യക്കും ഇടയിലുള്ള വേർപിരിയൽ മതിലായി പ്രവർത്തിക്കുന്നു. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന പ്രദേശത്തിന്റെ ഭൂഗർഭജല റീചാർജായി ആരവല്ലി പ്രവർത്തിക്കുന്നുണ്ട് എന്നിങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം ഇല്ലേ. ആരവല്ലിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മൺസൂൺ സമയത്ത് ആരവല്ലി പർവ്വതനിരകൾ തടസ്സമായി മാറുന്നതിനാൽ മൺസൂൺ മേഘങ്ങൾ കിഴക്കോട്ട് നീങ്ങി അവിടെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ആ സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യാറുണ്ട്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണത്. ഓപ്ഷൻ ബി ആരവല്ലി താർ മരുഭൂമിക്കും ഉത്തരേന്ത്യൻ സമതലങ്ങൾക്കും ഇടയിലുള്ള ഒരു തടസ്സമായി നിൽക്കുന്നുണ്ട്. ശരിയാണ്, അതും ഒരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 3ാമത്തെ നോക്കിയേ. ആരവല്ലി ഉത്തരേന്ത്യക്കും ദക്ഷിണേന്ത്യക്കും ഇടയിലുള്ള ഒരു വേർപിരിയൽ മതിലായി പ്രവർത്തിക്കുന്നു. അല്ല, അതേതാണ്? നമ്മുടെ ഇന്ത്യ പർവ്വതനിരയിലെ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും വേർതിരിക്കുന്നത്, അല്ലാതെ ആരവല്ലി അല്ല അല്ലേ. ആരവല്ലി ഉത്തരേന്ത്യക്കും ദക്ഷിണേന്ത്യക്കും ഇടയിലുള്ള വേർപിരിയൽ മതിലൊന്നുമല്ല. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ഒരു എന്താണ് വാട്ടർ റീചാർജ് ആയിട്ട് ആരവല്ലി പ്രവർത്തിക്കുന്നുണ്ട്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ സി ആണ് എന്ത്? തെറ്റായ സ്റ്റേറ്റ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രധാന ഭൂമിയെ വേർതിരിക്കുന്നതും 2 പ്രധാന ഭൂഗർഭജല സ്രോതസ്സുകളെ ബന്ധിപ്പിക്കുന്നതുമായ നേർത്ത ജലാശയങ്ങളാണ് കടലിടുക്കുകൾ. അപ്പോൾ കടലിടുക്ക് എന്താണെന്ന് അവിടെ പറഞ്ഞു. പ്രധാന ഭൂമിയെ വേർതിരിക്കുന്നതും 2 പ്രധാന ഭൂഗർഭജല സ്രോതസ്സുകളെ ബന്ധിപ്പിക്കുന്നതുമായ നേർത്ത ജലാശയങ്ങളാണ് എന്ത്? കടലിടുക്ക്. ബോസ്ഫറസ് കടലിടുക്ക് ഏഷ്യൻ തുർക്കിയെ യൂറോപ്പിൽ നിന്നും വേർതിരിക്കുന്നു. എന്താണ്? അപ്പോൾ കരഭാഗത്തെ വേർതിരിക്കുന്ന കാര്യവും അവിടെ പറഞ്ഞു ഇല്ലേ. ബോസ്ഫറസ് കടലിടുക്ക് എന്ത് ചെയ്യുന്നു? ഏഷ്യൻ തുർക്കിയെ യൂറോപ്പിൽ നിന്നും വേർതിരിക്കുന്നു. അവിടെ കാണപ്പെടുന്ന കടലുകൾ അല്ലെങ്കിൽ ഏതൊക്കെ കടലുകളാണ് അവിടെ ബന്ധിക്കുന്നത് എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? കരിങ്കടലും മർമാര കടലും അറ്റ്ലാന്റിക് സമുദ്രവും മെഡിറ്ററേനിയൻ കടലും കരിങ്കടലും അറബിക്കടലും മെഡിറ്ററേനിയൻ കടലും ബാൾട്ടിക് കടലും എന്നാണ് 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സംഗമിക്കുന്നത് കരിങ്കടലും മറമാര കടലുമാണ്. കരിങ്കടലും മറമാര കടലും സംഗമിച്ചുകൊണ്ട് ഏഷ്യൻ തുർക്കിയെ യൂറോപ്പിൽ നിന്നും വേർതിരിക്കുകയാണ് എന്ത്? ബോസ്ഫറസ് കടലിടുക്ക്. ഓർത്തു വെച്ചിരിക്കണം. അപ്പോൾ കടലിടുക്ക് എന്താണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഓർത്തു വെച്ചിരിക്കണം. പ്രധാന ഭൂമിയെ വേർതിരിക്കുന്നതും പ്രധാന ഭൂഗർഭ സ്രോതസ്സുകളെ ബന്ധിപ്പിക്കുന്നതുമായ, ഭൂമിയെ വേർതിരിച്ചുകൊണ്ട് സ്രോതസ്സുകളെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇല്ലേ. അങ്ങനെയുള്ള നേർത്ത ജലാശയങ്ങളാണ് എന്ത്? കടലിടുക്കുകൾ. ബോസ്ഫറസ് കടലിടുക്ക് തുർക്കിയെ യൂറോപ്പിൽ നിന്നും വേർതിരിക്കുന്നു. പകരം എന്താണ്? കരിങ്കടലിനെയും മർമാര കടലിനെയും ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുടെ പട്ടിക താഴെ കൊടുക്കുന്നു. അവയിൽ ഇടുക്കി ജില്ലയിലുള്ളവ ഏതൊക്കെയാണ്?
ലോവർ പെരിയാർ, നേര്യമംഗലം, പന്നിയൂർ, ചെങ്കുളം എന്നിങ്ങനെ 4 ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബിയിൽ ചോളയാർ, ശബരിഗിരി, പെരിങ്ങൽകുത്ത്, കല്ലട എന്നിവ കൊടുത്തിട്ടുണ്ട്. സിയിൽ ഇടമലയാർ, കക്കാട്, ഷോളയാർ, ഇടുക്കി കൊടുത്തിട്ടുണ്ട്. പള്ളിവാസൽ, കുറ്റ്യാടി, മലങ്കാവ്, ഷോളയാർ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. 2 ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത്, 4, 5 വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. 4 വെച്ചിട്ടാണ് ഓരോ സെറ്റിനകത്തും 4 വെച്ചിട്ടാണ് ഓടുന്നത് അല്ലേ. 4 വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. കറക്റ്റായിട്ട് എഴുതണം. ഇപ്പം നാടെ ഷോളയാർ, നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഷോളയാർ. അത് പോട്ടെ, ശബരിഗിരി നമുക്ക് എല്ലാവർക്കും അറിയാം. ശബരിഗിരി പത്തനംതിട്ട ജില്ലയാണെന്നല്ലേ. ശബരിഗിരി ഓക്കെ. അപ്പോൾ ശബരിഗിരി പത്തനംതിട്ടയാണ്, ഇത് ഇടുക്കിയല്ല, ഇത് കളയാം. അതുപോലെ തന്നെ കല്ലട ജലസേചന പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് ഇത്. കല്ലട ജലസേചന പദ്ധതിയാണ്. കല്ലട കൊല്ലം ജില്ലയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ നിന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ഈ ഷോളയാറും എന്താണ്, തൃശ്ശൂർ ജില്ലയിലാണ്. ആ ഷോളയാറിൽ നിന്നും കട്ട് ചെയ്യാം. പിന്നെ ലോവർ പെരിയാർ ഇടുക്കിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നേര്യമംഗലം ഇടുക്കി, പന്നിയൂർ ഇടുക്കി, ചെങ്കുളം ഇടുക്കി. അപ്പോൾ അതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ബാക്കിയൊക്കെ എങ്ങനെ കട്ട് ചെയ്യാന്ന് വെച്ചാൽ ഷോളയാർ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കട്ട് ചെയ്യാൻ തോന്നും ഇല്ലേ. ഷോളയാർ ഇവിടെയും ഉണ്ട് കേട്ടോ. ഷോളയാർ തൃശ്ശൂരാണ്. ഇതേണ്ട ഇവിടെയും ഷോളയാറുണ്ട്, ഇവിടെയും ഉണ്ട്. ഇതേണ്ട അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലും ഷോളയാറുണ്ട്, അവിടെയും കട്ട് ചെയ്യാം ഇല്ലേ. എന്താണ് ഷോളയാർ എവിടെയാണ്, തൃശ്ശൂരാണ്. അപ്പോൾ എല്ലായിടത്തും കട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. കൊടുത്തിട്ടുണ്ട്. ഷോളയാർ തൃശ്ശൂരാണ്, ശബരിഗിരി പത്തനംതിട്ട, പെരിങ്ങൽകുത്ത് തൃശ്ശൂർ, കല്ലടയാണെങ്കിലോ കല്ലട കൊല്ലം, ഇടമലയാറാണെങ്കിൽ എറണാകുളം, കക്കാട് പത്തനംതിട്ട, പള്ളിവാസൽ ഇടുക്കി, കുറ്റ്യാടി കോഴിക്കോട് എന്നിവ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് ഷോളയാർ തൃശ്ശൂർ, ശബരിഗിരി പത്തനംതിട്ട, പെരിങ്ങൽകുത്ത് തൃശ്ശൂർ, കല്ലട കൊല്ലം, ഇടമലയാർ എറണാകുളം, കക്കാട് പത്തനംതിട്ട, പള്ളിവാസൽ ഇടുക്കി, കുറ്റ്യാടി കോഴിക്കോട് കേട്ടോ. അറിഞ്ഞിരിക്കണേ. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നതാണ് അടുത്ത സ്റ്റേറ്റ്. ടോപ്പോ ഷീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. മാപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടോപ്പോ ഷീറ്റിൽ ശാശ്വത സ്വഭാവമുള്ള ജലാശയങ്ങൾ കാണിക്കുന്നത് കറുപ്പ് നിറം ഉപയോഗിക്കുന്നു എന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ടോപ്പോ ഷീറ്റ് എടുക്കുകയാണെങ്കിൽ, ഒരു മാപ്പ് റിലേറ്റ് ചെയ്യുന്ന ഒരു ടോപ്പോ ഷീറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, ശാശ്വത ജലാശയങ്ങളെ കറുപ്പായിട്ടാണ് കാണിക്കുന്നതെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, 1/50,000 സ്കെയിലിലുള്ള ഒരു ഭൂപടം പ്രതിരോധ സേനകൾ ഉപയോഗിക്കുന്ന ഒരു നിലവാരമുള്ള ടോപ്പോഗ്രാഫിക്കൽ മാപ്പാണ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രതിരോധ സേന ഉപയോഗിക്കുന്ന ഒരു ഡിഫൻസ് മാപ്പാണെങ്കിൽ അതിനകത്ത് 1/50,000 എന്ന സ്കെയില് എന്താണ് സ്കെയിലിലുള്ളത് ഒരു നിലവാരമുള്ള ടോപ്പോഗ്രാഫിക്കൽ മാപ്പാണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പരമ്പരാഗത ചിഹ്നങ്ങൾ എന്നറിയപ്പെടുന്ന ചിഹ്നങ്ങളുടെ സഹായത്തോടെ ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ ടോപ്പോ ഷീറ്റിൽ പ്രതിനിധീകരിക്കുന്നുണ്ട്. അതാണ് എന്ത്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ടോപ്പോ ഷീറ്റിൻ്റെ സ്കെയില് 2,50,000 മുതൽ 1/25,000 വരെ വ്യത്യാസപ്പെടുന്നു എന്നതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണെന്നാണ് ചോദ്യം. എന്നാൽ ഇവിടെ പ്രസ്താവന തെറ്റ് ശരി എന്ന രീതിയിലാണ് 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. പ്രസ്താവന എ ഡി എന്നിവ തെറ്റാണ്, ബി സി എന്നിവ ശരിയാണ്. എയും ഡിയും തെറ്റാണ്, ബിയും സിയും ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രസ്താവന എ തെറ്റാണ്, ബി സി ഡി എന്നിവ എന്താണ്, ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രസ്താവന എ ബി ഡി എന്നിവ തെറ്റാണ്, സി ശരിയാണ്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ടോപ്പോ ഷീറ്റിൽ ശാശ്വത സ്വഭാവമുള്ള ജലാശയങ്ങളെ കാണിക്കുന്നത് കറുപ്പ് നിറം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ടോപ്പോ ഷീറ്റിൽ ശാശ്വത സ്വഭാവമുള്ള ജലാശയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ജലമുള്ള ജലാശയങ്ങളാണ് ശാശ്വത സ്വഭാവമുള്ള ജലാശയങ്ങൾ എന്ന് പറയുന്നത്. അവയെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ അവയെ പ്രതിനിധീകരിക്കാനായിട്ട് നീല നിറമാണ് നൽകുന്നത്. അതിപ്പോൾ നദികളാവട്ടെ, കുളങ്ങളാവട്ടെ, കനാലുകളാവട്ടെ, പിന്നെന്താണ് കിണറുകളാവട്ടെ, നീല നിറമാണ്. ജലം വറ്റാത്തവയെ കാണിക്കാൻ നീല നിറമാണ് നൽകുന്നത്. എന്നാൽ വരണ്ട ജലാശയങ്ങളെ കാണിക്കാനാണ് എന്ത്, കറുപ്പ് നിറം നൽകുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കണം, ടോപ്പോ ഷീറ്റിൽ ലാറ്റിറ്റ്യൂഡിനെ കാണിക്കാനോ ലോങ്റ്റിറ്റ്യൂഡിനെ കാണിക്കാനോ വരണ്ട ജലാശയങ്ങളെ കാണിക്കാനൊക്കെയാണ് എന്തുപയോഗിക്കുന്നത്, കറുത്ത നിറം ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇതെന്ത് തരം ജലാശയമാണ്,
ശാശ്വത സ്വഭാവമുള്ളതാണ് അല്ലേ, എന്ന് വെച്ചാൽ വെള്ളമുള്ള ജലാശയങ്ങളാണ്. അപ്പോൾ എന്താണ്, അവയെ പ്രതിനിധീകരിക്കാൻ നീല നിറമാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ. അടുത്ത നോക്കിയേ, 1:50,000 സ്കെയിലുള്ള ഒരു ഭൂപടം പ്രതിരോധ സേനകൾ ഉപയോഗിക്കുന്ന വളരെയധികം എന്താണ് നിലവാരമുള്ളൊരു ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് ആണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രതിരോധ സേന ഉപയോഗിക്കുന്ന ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് എന്ന് വെച്ചാൽ 1,00,000 അല്ല 1:2,50,000 2,50,000 1:50,000 50,000 1:50,000 25,000 എന്നിങ്ങനെ സ്കെയിലുകളുള്ള ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളാണ് ആരുപയോഗിക്കുന്നത്, പ്രതിരോധ സേനകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കണം, പ്രതിരോധ സേനകൾ ഉപയോഗിക്കുന്ന നിലവാരമുള്ള ടോപ്പോഗ്രാഫിക്കൽ മാപ്പിന് 1:2,50,000 1:50,000 1:25,000 എന്നിങ്ങനെ സ്കെയിലിലായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ ആണോ? ഓക്കെ. അടുത്തയാണ് എന്ത്, പരമ്പരാഗത ചിഹ്നങ്ങൾ എന്നറിയപ്പെടുന്ന ചിഹ്നങ്ങളുടെ സഹായത്തോടെ പ്രകൃതിയുടെ സവിശേഷതകൾ ടോപ്പോ ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലേ. ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ എന്താണ്, പ്രകൃതി സവിശേഷയായ എന്ത് നദികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീല നിറത്തിലാണ് അല്ലെങ്കിൽ കറുത്ത നിറത്തിലാണ് വരണ്ട ജലാശയങ്ങൾ കൊടുക്കുന്നത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇല്ലേ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത നോക്കിയേ, ടോപ്പോ ഷീറ്റിന്റെ സ്കെയിൽ 2,50,000 മുതൽ 1:25,000 വരെ വ്യത്യാസപ്പെടുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. ടോപ്പോ ഷീറ്റിന്റെ സ്കെയില് 2,50,000 മുതൽ 1:25,000 വരെ അങ്ങനെയല്ല വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ടോപ്പോ ഷീറ്റ് സ്കെയിൽ ചിലപ്പോൾ നമുക്ക് 1:10,00,000 എന്ന് കൊടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ സർവേ ഓഫ് ഇന്ത്യ പുറത്തിറങ്ങുന്ന ടോപ്പോ ഷീറ്റിനകത്ത് 1:10,00,000 എന്താണ് 10,00,000 1:2,50,000 1:50,000 1:25,000 എന്നിങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്കെയിൽ നൽകിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ പ്രസ്താവനയും എന്താണ്, തെറ്റാണ്. പ്രസ്താവന എയും ഡിയും തെറ്റാണ്, ബിയും സിയും ശരിയാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ പ്രസ്താവനയും നാലാമത്തെ പ്രസ്താവനയും തെറ്റാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ടോപ്പോ ഷീറ്റ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. സ്കെയിലുകളുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമേ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നുള്ളൂ. ബാക്കി ചിഹ്നങ്ങളൊക്കെ എന്താണ്, ഈ ചിഹ്നം ഇന്നതുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളാണ്. അതേപോലെ നിറങ്ങൾ, ഇതിനുമായി ബന്ധപ്പെട്ട നിറങ്ങൾ ഇന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അതുകൊണ്ട് വെറുതെ അതുമായി ബന്ധപ്പെട്ട ഒരു മാർക്ക് കൊണ്ടുപോയി കളയരുത് കേട്ടോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. പുറന്തോട്, ആവരണം എന്നിവയ്ക്കടിയിലുള്ള ധാതുക്കളുടെ ഘടനയിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള വിച്ഛേദനത്തിൻ്റെ ഇടുങ്ങിയ മേഖലയെ മൊഹറോവിസിക് വിച്ഛേദനം എന്ന് വിളിക്കുന്നു. ഇവിടെ പുറന്തോട് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭൂവൽക്കത്തെയും ആവരണം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മാൻറ്റിലിനെയുമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്, പ്രസ്താവന അനുസരിച്ച് നമ്മൾ നേരത്തെ തൊട്ടേ പറയുന്നുണ്ട്, ഭൂവൽക്കത്തെയും മാൻറ്റിലിനെയും മൊഹറോവിസിക് വിച്ഛിന്നത അല്ലേ, അതിർത്തി രേഖ എന്താണ്, മൊഹറോവിസിക് വിച്ഛിന്നതയാണെന്ന് ഇപ്പം മൂന്നാമത്തെ തവണയാണ് നമ്മളിത് പറയുന്നത്. അതുകൊണ്ട് ഇത് ശരിയാണ്. അടുത്ത, പുറന്തോട്, മുകളിലെ ആവരണം എന്നിവയെ ഒരുമിച്ച് അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അല്ല ഇല്ലേ, എന്താണ്, ഭൂവൽക്കത്തെയും ഏറ്റവും മുകളിലത്തെ ആവരണത്തെയും കൂടി നമുക്ക് അസ്തനോസ്ഫിയർ എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ മാത്രമാണ് എന്ത്, ശരിയായ പ്രസ്താവന. ഓപ്ഷൻ എ, പ്രസ്താവന എ ശരിയാണ്, പ്രസ്താവന ബി തെറ്റാണ് എന്നത് ഓർത്ത് വച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പട്ടിക 1ഉം പട്ടിക 2ഉം കൊടുത്തിട്ടുണ്ട്. പട്ടിക 1ൽ എന്താണ്, നമ്മുടെ ഭൂമധ്യ മേഖലകൾ ഭൂമധ്യ മേഖല, ഭൂമിയിലെ രേഖകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ്, വാദങ്ങളുമായി ബന്ധപ്പെട്ട മർദ്ദം, കാറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത്, പട്ടിക 1ൽ കൊടുത്തിട്ടുള്ളത്. പട്ടിക 2ൽ ഇതുമായി കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളും കൊടുത്തിട്ടുണ്ട്. നോക്കാം. ദെൻ ആദ്യം കൊടുത്തിരിക്കുന്ന ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ എന്ന ഒരു ഓപ്ഷനാണ്. ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ ഡോൾട്രം മേഖലയാണ്, അല്ലെങ്കിൽ നിർബാധ മേഖലയാണ്. അല്ലെങ്കിൽ എന്താണ്, വടക്ക് കിഴക്കൻ വാണിജ്യവാദവും തെക്ക് കിഴക്കൻ വാണിജ്യവാദവും കൂടെ സംഗമിക്കുന്ന മേഖലയാണ് എന്നൊക്കെ നമ്മൾ ആദ്യം തന്നെ പഠിച്ചതാണ് അല്ലേ.
അപ്പം ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡോൾഡ്രം മേഖലയാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. രണ്ടാമത്തെ എന്താണ്? വെസ്റ്റർലീസ്. വെസ്റ്റർലീസ് മീൻസ് എന്താണ്? പശ്ചിമവാദങ്ങളാണ്. പശ്ചിമവാദങ്ങൾ എപ്പോഴും വീശുന്നത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വാണിജ്യവാദങ്ങൾ 0 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലാണ് എന്നത് ഓർത്ത് വെച്ചിരിക്കണം. ഇനി 30 ഡിഗ്രിക്കും കേട്ടോ, ഉത്തരായന രേഖയാവട്ടെ ദക്ഷിണായന രേഖയാവട്ടെ, 30 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും ഇടയിലാണ് എന്ത്? പശ്ചിമവാദങ്ങൾ. ഇതൊക്കെ സ്ഥിരവാദങ്ങളാണ് അല്ലേ, പശ്ചിമവാദങ്ങൾ വീശുന്നത്. ഇനി 60 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലാണ് എന്ത്? പൂർവ്വവാദങ്ങൾ അല്ലെങ്കിൽ ധ്രുവീയ പൂർവ്വവാദങ്ങൾ. വാദങ്ങൾ വീശുന്നതെന്ന് ഓർത്ത് വെച്ചിരിക്കണം. അപ്പോൾ വെസ്റ്റർലീസ് കേട്ടോ, പശ്ചിമവാദങ്ങൾ 30 ഡിഗ്രിക്കും 60 ഡിഗ്രി അക്ഷാംശത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അതെ. ഇനി അടുത്ത എന്താണ്? ഉയർന്ന ഉപ ഉഷ്ണമേഖല. ഇതിനകത്ത് ഉഷ്ണമേഖലയുടെ അനുസരിച്ചുള്ള മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിരിക്കേണ്ടത്, നമ്മൾ അടുത്ത ഒരു ആൻസറിലേക്ക് എത്തേണ്ടുന്നത്. അതായത് നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം 0 ഡിഗ്രിയിൽ അല്ലെങ്കിൽ ഭൂമധ്യരേഖ എപ്പോഴും ന്യൂനമർദ്ദ മേഖലയാണ്. ന്യൂനമർദ്ദ മേഖല, മർദ്ദം വളരെ കുറഞ്ഞ മേഖലയാണ്. എന്നാൽ 30 ഡിഗ്രി സെൽഷ്യസിൽ ഉച്ചമർദ്ദ മേഖലയാണ്. ഉച്ചമർദ്ദമാണ്, മർദ്ദം കൂടുതലാണ്. ഇനി 60 ഡിഗ്രി സെൽഷ്യസിൽ വീണ്ടും ന്യൂനമർദ്ദമാണ്. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. 60 ഡിഗ്രി എങ്ങനെ അറിയപ്പെടുന്നത്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്നറിയപ്പെടുന്നു. ഇനി ഭൂമധ്യരേഖയിൽ നമ്മൾ പോളാർ റീജിയനിലേക്ക് പോയില്ലേ, 90 ഡിഗ്രിയുടെ ഭാഗത്ത് ഉച്ചമർദ്ദമായിരിക്കും. പോളാർ റീജിയനിൽ എപ്പോഴും എങ്ങനെയാണ്? മർദ്ദം കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ്? ഉച്ചമർദ്ദമാണ് അല്ലേ, മർദ്ദം കൂടുതലാണ്. അപ്പോൾ നോക്കിയാൽ അതനുസരിച്ച് നമുക്ക് ആൻസർ നോക്കാം. ഉയർന്ന ഉപ ഉഷ്ണമേഖല കേട്ടോ. ഉഷ്ണമേഖല എന്താണ്? ഉഷ്ണമേഖലയാണ്, ഉയർന്ന ഉഷ്ണമേഖലയാണ്. നോക്കിയേ, അതിവിടെ ഏതാ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. എന്താണ്? കുതിര അക്ഷാംശം, പോളാർ ഫ്രണ്ട്, പിന്നെന്താണ്? പോളാർ ഫ്രണ്ട്. ഈ 2 ഓപ്ഷൻ മാത്രമേ കിടക്കുള്ളൂ അല്ലേ. ഉയർന്ന ഉപ ഉഷ്ണമേഖല വരുന്നത് എവിടെയാണ്? ഉപ ഉഷ്ണമേഖല വരുന്നത് എവിടെയാണ്? അത് നമ്മുടെ 30 ഡിഗ്രിയിലാണ്. അത് കുതിര അക്ഷാംശമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. എവിടെയോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞു 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ എന്താണ്? അത് കുതിര അക്ഷാംശം അല്ലെങ്കിൽ ഹോൾസ് ലാറ്റിറ്റ്യൂഡ് എന്നാണ് അറിയപ്പെടുന്നതെന്ന്. അപ്പം അവിടെയാണ് എന്ത്? ഉഷ്ണമേഖല വരുന്നത്. അപ്പോൾ അത് കുതിര അക്ഷാംശമാണ്. നെക്സ്റ്റ് വൺ എന്താണ്? ഉപധ്രുവം എന്ന് കൊടുത്തിട്ടുണ്ട്. അത് പോളാർ ഫ്രണ്ട് ആണെന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. പോളാർ ഫ്രണ്ട് ആണെന്ന് കൂടി ഓർത്ത് വെച്ചിരിക്കണം. ആൻസർ ഏതാണ്? ഡി ആണ് എന്നതുകൂടി ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമേ. ഓപ്ഷൻ സി ആണേ. അടുത്തത് 1971 റംസാർ കൺവെൻഷൻ സംരക്ഷണം നൽകിയത് എന്തിനാണ്? റംസാർ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത്രേ ഉള്ളൂ കേട്ടോ. ജൈവ ഇന്ധനം, വംശനാശ ഭീഷണി നേരിടുന്ന പ്രാദേശികവുമായി ബന്ധപ്പെട്ട ഔഷധ സസ്യങ്ങൾ, തണ്ണീർത്തട ജീവികൾ, ഓസോൺ പാളി. നമ്മൾ ഓർത്തിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. റംസാർ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? വെറ്റ്ലാൻഡ്സുമായി ബന്ധപ്പെട്ടതാണ്, തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം അല്ലെങ്കിൽ തണ്ണീർത്തട ജീവികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? റംസാർ കൺവെൻഷൻ അല്ലേ. 1971 ഇറാനിലെ റംസാറിൽ നടന്ന റംസാർ കൺവെൻഷൻ കേട്ടോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തണ്ണീർത്തട ജീവികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ എന്തോർത്തിരിക്കണം? ഇന്ത്യയിൽ എത്ര റംസാർ സൈറ്റ് ഉണ്ട് എന്നോർത്തെ. ഇന്ത്യയിൽ എത്ര റംസാർ സൈറ്റ് ഉണ്ട്? ഇന്ത്യയിൽ മൊത്തം 93 റംസാർ സൈറ്റാണ് നിലവിലുള്ളത്. ആസ് പെർ 2025 സെപ്റ്റംബർ കേട്ടോ 2025 സെപ്റ്റംബറിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിലവിൽ 93 റംസാർ സൈറ്റാണ് ഉള്ളതില്ലേ. അവസാനമായിട്ട് വന്ന റംസാർ സൈറ്റുകൾ ഏതൊക്കെയാണ്? അതായത് നമ്മൾ 2025 സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ച് റംസാർ സൈറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്കറിയാം രാജസ്ഥാനിലെ മേനാർ, കിച്ചൻ മേനാർ ഇതൊക്കെ എവിടെയാണ്? രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ. അങ്ങനെ 91 റംസാർ സൈറ്റ് വരെ ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പം എത്ര റംസാർ സൈറ്റ് ഉണ്ട്?
93 റംസാർ സൈറ്റ് ഉണ്ട് അല്ലേ. അവസാനമായിട്ട് വന്ന റംസാർ സൈറ്റ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഉദയ്പൂർ തടാകം, ഏതാണ്? ഉദയ്പൂർ തടാകം, ഗോകുൽ റിസർവോയർ കേട്ടോ. ഏതൊക്കെയാണ്? ഗോകുൽ റിസർവോയർ. അപ്പം ഉദയ്പൂർ തടാകവും ഗോകുൽ റിസർവോയറുമാണ് ഏറ്റവും അവസാനമായിട്ട് വന്നത്. നിലവിൽ 93 എന്തുണ്ട് റംസാർ സൈറ്റുകൾ എവിടെയുണ്ട്? ഇന്ത്യയിലുണ്ട്. അവസാനമായിട്ട് വന്നത് ഉദയ്പൂരും ഗോകുൽ റിസർവോയറുമാണ്. രണ്ടും എവിടെയാണ്? ബീഹാറിലാണ് അല്ലേ. രണ്ടും എവിടെയാണ്? ബീഹാറിലാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. അപ്പോൾ അതിന് തൊട്ട് മുന്നായിട്ട് വന്ന കിച്ചനും മേനാറും എവിടെയാണ്? അത് രണ്ടും രാജസ്ഥാനിലാണ്. കിച്ചനും മേനാറും രാജസ്ഥാനിലും, ഉദയ്പൂരും ഗോകുൽ റിസർവോയറും ബീഹാറിലാണ്. നിലവിൽ 93 റംസാർ സൈറ്റാണ് 2025 സെപ്റ്റംബർ പ്രകാരം. അങ്ങനെ തന്നെ പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും കേട്ടോ. നിലവിൽ 93 ഉള്ളൂ. ചിലപ്പോൾ നാളെ എന്ത് ചെയ്യാം, മാറാമെന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഓരോന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തിൻ്റെ കാര്യത്തിൽ? റംസാർ സൈറ്റിൻ്റെ കാര്യത്തിൽ. ഓക്കെ ആണേ. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഇന്ത്യയിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ളതെന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മണൽക്കല്ല് എന്തിന് ഉദാഹരണമാണ് എന്നതാണ് ചോദ്യം. താഴെ കൊടുത്തിട്ടുണ്ട് നോൺ ഫോളിയേറ്റഡ് ശിലകൾ, അവസാദ ശില, ആഗ്നേയശില, കായാന്തരിക ശില. അപ്പോൾ ശിലകളുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? മണൽക്കല്ല് എന്ന് ഓർത്ത് വെച്ചിരിക്കണം ഇല്ലേ. ശിലകൾ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, ആദ്യം നമ്മൾ പഠിക്കേണ്ട ശില ഏതാണ്? ആഗ്നേയ ശിലകളാണ് അല്ലേ. ആഗ്നേയ ശിലകളിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? മറ്റു ശിലകൾ രൂപപ്പെടുന്നത് അല്ലേ. അഗ്നിപർവ്വതജന്യ ശിലകളാണ് ഇത് ആഗ്നേയ ശില. ഫോസിലുകൾ ഇല്ലാത്ത ശിലയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ആഗ്നേയ ശിലകളിൽ നിന്നാണ് അവസാദ ശിലയും പിന്നെ കായാന്തരിക ശിലയും ഒക്കെ മറ്റു ശിലകളെല്ലാം തന്നെ രൂപപ്പെടുന്നത് ആഗ്നേയ ശിലകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മാതൃശില എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട് അല്ലേ. മാതൃശില എന്നാണ് നമ്മൾ എന്ത്? ആഗ്നേയ ശിലയെ വിളിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ പറയുന്നത് മണൽക്കല്ല് എന്തിന് ഉദാഹരണമാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനൊക്കെ എക്സാമ്പിൾസ് നമ്മൾ ജസ്റ്റ് ഓർത്തിരിക്കണം. അപ്പോൾ എന്താണ്? മണൽക്കല്ല് എന്നത് ഒരു അവസാദ ശിലയാണ് കേട്ടോ. അവസാദ ശില ഇങ്ങനെ പാളികളായിട്ട് അടിഞ്ഞു കൂടുന്ന ശിലകളാണ് ഏത്? അവസാദ ശില എന്ന് പറയുന്നത്. മണൽക്കല്ല് എന്തിന് ഉദാഹരണമാണ്? നമ്മുടെ അവസാദ ശിലയ്ക്ക് ഉദാഹരണങ്ങളാണ്. അപ്പം നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണം നമ്മൾ ആദ്യം പഠിക്കുന്ന ഗ്രാനൈറ്റ് അല്ലെ, കരിങ്കല്ല്. ബസാൾട്ട് നേരത്തെ നമ്മൾ പഠിച്ചതാണല്ലേ ഇത്. ഡയലൈറ്റ്, റയലൈറ്റ്, സ്കോറിയ, പ്യൂമിസ്, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ആഗ്നേയശിലകൾക്ക് ഉദാഹരണമാണ്. ഏതൊക്കെയാണ്? ഗ്രാനൈറ്റ്, സ്കോറിയ, ബസാൾട്ട്, റയലൈറ്റ്. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? നമ്മുടെ ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ്. അടുത്ത ആരാണ്? അവസാദ ശിലയാണ് അല്ലേ. അവസാദ ശില. അവസാദ ശില ഫോസിലുകളൊക്കെ കാണപ്പെടുന്ന ശില അവസാദ ശില. അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുള്ളൂ, മണൽക്കല്ല്. ഏതാണ്? മണൽക്കല്ല്. മണൽക്കല്ലിനൊപ്പം തന്നെ നമുക്ക് ചുണ്ണാമ്പ് കല്ലും പഠിക്കാം. ചുണ്ണാമ്പ് കല്ല്, മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം ജിപ്സം പഠിക്കാം. ജിപ്സം. ജിപ്സവും എന്തിന് ഉദാഹരണമാണ്? നമ്മുടെ അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. അപ്പം മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്, ജിപ്സം ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ് വെച്ചാൽ എന്തിന് ഉദാഹരണമാണ്? നമ്മുടെ അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. ഇനി അടുത്തയാണ് ഏത്? കായാന്തരിക ശില അല്ലേ. കായാന്തരിക ശിലയ്ക്ക് ഉദാഹരണമാണ് ഏത്? മാർബിള്, സ്ലേറ്റ് കേട്ടോ. മാർബിള്, സ്ലേറ്റ് നമുക്ക് അറിയാവുന്ന രണ്ട് പദങ്ങളല്ലേ, മാർബിളും സ്ലേറ്റും. ഓക്കെ, മാർബിള്, സ്ലേറ്റ്. ക്വാർട്സൈറ്റ്, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? നമ്മുടെ കായാന്തരിക ശിലയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ അത്യാവശ്യം ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണം ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഡയലൈറ്റ്, റൈലൈറ്റ്, സ്കോറിയ, പ്യൂമിസ്. അവസാദ ശിലകളാണ് മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്, ജിപ്സം. പിന്നെന്താണ്? നമ്മുടെ കൽക്കരി. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. കായാന്തരിക ശിലയാണ് ഇത് മാർബിള്, സ്ലൈറ്റ്. പിന്നെ ഇത് ക്വാർട്സൈറ്റ് ഒക്കെ എന്തിന് ഉദാഹരണമാണെന്ന് വെച്ചാൽ എന്തിന് ഉദാഹരണമാണ്? കായാന്തരിക ശില, മെറ്റമോർഫിക് റോക്സിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്തിരിക്കണമെന്ന് പഠിച്ചു വെച്ചിരിക്കണം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന ഏതെന്ന് തിരിച്ചറിയുക കേട്ടോ. ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതെന്ന് തിരിച്ചറിയുക. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. കല്ലട ജലസേചന പദ്ധതിയാണ്. കൊല്ലം ജില്ലയിലാണെന്ന് പറഞ്ഞു ഇല്ലേ. കൊല്ലം ജില്ലയിലെ എന്താണ് കല്ലട ജലസേചന പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടുന്നത്? ആണവ നിലയവും സംസ്ഥാനവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റായിട്ട് ഏത് ആണവ നിലയം ഏത് സംസ്ഥാനത്തിലാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം കൊടുത്തേക്കുന്ന നറോറയാണ് ഉത്തർപ്രദേശ്. നമുക്ക് എല്ലാവർക്കും അറിയാം നറോറ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളവയാണ്. അടുത്തത് റാവത്ത് ഭട്ട് മധ്യപ്രദേശ്. തെറ്റാണ്. റാവത്ത് ഭട്ട് രാജസ്ഥാൻ. റാവത്ത് രാജസ്ഥാൻ അങ്ങനെ പഠിച്ചു വെച്ചിരിക്കണം. റാവത്ത് ഭട്ട രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഏതാണ്? താരാപൂർ ഇല്ലേ. താരാപൂർ ആണവ നിലയം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ്. കൈഗ കർണാടക സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ശരിയായി പൊരുത്തപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ 1, 3, 4 ഇല്ലേ. 1, 3, 4. ഇതിനകത്ത് റാവത്ത് ഭട്ട എവിടെയാണ്? രാജസ്ഥാനിലാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. റാവത്ത് ഭട്ട എന്ത് ചെയ്യുന്നില്ല? ശരിയായി പൊരുത്തപ്പെടുന്നില്ല. റാവത്ത് ഭട്ട രാജസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് റിമോട്ട് സെൻസിങ്ങിന് അത്യാവശ്യമായത്? നോക്കിയേ, ഊർജ സ്രോതസ്സിൻ്റെ വികിരണം, ഊർജവും ലക്ഷ്യവുമായുള്ള പ്രതിപ്രവർത്തനം, സംപ്രേഷണവും സ്വീകരണവും പ്രോസസ്സിങ്, വ്യാഖ്യാനവും വിശകലനവും. ഇതെല്ലാം തന്നെ റിമോട്ട് സെൻസിങ്ങിന് അത്യാവശ്യമായതാണ്. അപ്പോൾ പഠിച്ചു വെച്ചേക്കണം. റിമോട്ട് സെൻസിങ്ങിന് അത്യാവശ്യമാണ് ഊർജ സ്രോതസ്സിൻ്റെ വികിരണം വേണം, ഊർജവും ലക്ഷ്യമായുള്ള പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കണം, സംപ്രേഷണവും സ്വീകരണവും പ്രോസസ്സിങ്ങും ഉണ്ടായിരിക്കണം, അതിനൊരു വ്യാഖ്യാനവും വിശകലനവും ഉണ്ടായിരിക്കണം. 4 കാര്യങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണെന്നാണ്? ജിയോഡസി, കാർട്ടോഗ്രാഫി, GIS, ജോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം GIS, ഫോട്ടോഗ്രാമെട്രി എന്നിവയാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ് ജിയോഡസി. ഏതാണ്? ജിയോഡസി. ഓർത്ത് വെച്ചിരിക്കണം. നോക്കിയേ, ഭൂപടം അല്ലെങ്കിൽ ചാർട്ട് പോലുള്ള പരന്ന പ്രതലത്തിൽ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തെ ഗ്രാഫിക്കായി പ്രതിനിധീകരിക്കുന്ന കലയും ശാസ്ത്രവുമാണ് കാർട്ടോഗ്രാഫി. അപ്പോൾ നമ്മൾ 3 എണ്ണവും പഠിക്കുന്നു ഇല്ലേ. ആദ്യം പറഞ്ഞത് ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും ജിയോഡസി. അടുത്തയാണ് കാർട്ടോഗ്രാഫി. ഭൂപടം അല്ലെങ്കിൽ ചാർട്ട് പോലുള്ള ഒരു പരന്ന പ്രതലത്തിൽ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തെ ഗ്രാഫിക്കായി പ്രതിനിധീകരിക്കുന്നതിനെ നമുക്ക് കാർട്ടോഗ്രാഫി, ഭൂപട നിർമ്മാണം കേട്ടോ, അങ്ങനെ ഓർക്കാം. അടുത്തയാണ് ഫോട്ടോഗ്രാമെട്രി. എന്താണ് എന്നത്? ചിത്രങ്ങളിൽ നിന്നും കൃത്യമായ അളവുകൾ എടുത്ത്, ഒരു ചിത്രത്തിൽ നിന്നും അതിൻ്റെ കൃത്യമായ അളവെടുത്ത് അതിൽ നിന്നും ഡേറ്റ ഉപയോഗിച്ച് 3D മോഡൽ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് എന്ത്? ഫോട്ടോഗ്രാമെട്രി എന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫുകളിൽ നിന്നും വിശ്വസനീയമായ അളവുകൾ എടുക്കുന്ന പ്രക്രിയയെ നമുക്ക് എന്ത് പറയാം? ഫോട്ടോഗ്രാമെട്രി എന്ന് പറയാം. അപ്പോൾ ഫോട്ടോഗ്രാമെട്രിയും എന്താണ് ജിയോഡസിയും കാർട്ടോഗ്രാഫിയും അറിഞ്ഞിരിക്കണം. പിന്നെ GIS ജോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം ആണ് കേട്ടോ. അത് 4 എണ്ണം ഓർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കണം. ജിയോഡസി ഭൂമിയുടെ അളവെടുക്കലും പ്രതിപാദനവും, കാർട്ടോഗ്രാഫി എന്താണ്? ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ എന്ത് ചെയ്യാണ്? ഗ്രാഫിക്കായിട്ട് പ്രതിനിധീകരിക്കുകയാണ് കാർട്ടോഗ്രാഫി. മൂന്നാമത്തെ എന്താണ്? ഫോട്ടോഗ്രാമെട്രി എന്ന് വെച്ചാൽ ഒരു ഫോട്ടോയിൽ നിന്നും അതിൻ്റെ അളവെടുത്ത് അതിൻ്റെ ഒരു 3D രൂപം ഉണ്ടാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫോട്ടോഗ്രാമെട്രി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേരുന്നവ കണ്ടെത്തുക. ആരവല്ലി നിരകൾ ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെ. അപ്പോൾ ആരവല്ലിയുമായി ബന്ധപ്പെട്ട നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇല്ലേ. ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെയാണ് ആരവല്ലി. അടുത്ത നർമ്മദാ താഴ്വര, റിഫ്റ്റ് താഴ്വാരം എന്നറിയപ്പെടുന്നു. ഉപദ്വീപീയ പീഠഭൂമി 1600 കിലോമീറ്റർ. കിഴക്കൻ തീരം കാവേരി ഡെൽറ്റ എന്നിങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചേരുംപടി ചേരുന്നവ ഏതൊക്കെയാണ്? ആരവല്ലി നമുക്കറിയാം ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെ. എന്താണ്? ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെ നീണ്ടു കിടക്കുന്നതാണ് എന്ത്? ഗുജറാത്തിലെ അഹമ്മദാബാദ് വരെ നീണ്ടു കിടക്കുന്നതാണ് എന്ത്? ആരവല്ലി പർവ്വതനിര എന്നറിയാം. നമ്മുടെ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് കാണപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ കൊടുമുടിയാണ്, ഏറ്റവും പഴക്കം ചെന്ന കൊടുമുടിയാണ് ഏത്? ആരവല്ലി പർവ്വതനിര. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്.
ബി നർമ്മദ താഴ്വര, അതും നമ്മൾ ഇന്ന് പഠിച്ചതാണ്. റിഫ്റ്റ് താഴ്വര ഇല്ലേ, ഫ്രംഷ താഴ്വര, വിള്ളൽ താഴ്വര, ഇതൊക്കെ ഏതാണ്? നർമ്മദ താഴ്വാരമാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ പറഞ്ഞിരുന്നു വിള്ളൽ താഴ്വാരത്തോട് ഒഴുകുന്ന ഇന്ത്യയിലെ നദികൾ നർമ്മദയും താപ്തിയുമാണ്. പിന്നെ നമ്മൾ ദാമോദറോട് എക്സ്ട്രാ ഒന്ന് പറഞ്ഞു വെച്ചിരുന്നു ഇല്ലേ. ശരി, അടുത്ത ഉപദ്വീപീയ പീഠഭൂമി. നമ്മുടെ ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ വ്യാപ്തം 1600 കിലോമീറ്റർ ആണ് കേട്ടോ, അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണിത്. കിഴക്കൻ തീരം എന്താണ്? കാവേരി ഡെൽറ്റ. ശരിയാണല്ലോ, കിഴക്കൻ തീരം കാവേരി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഒഴുകുകയാണ്. കിഴക്കൻ തീരം കാവേരി ഡെൽറ്റയാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെന്റും ശരിയായതാണ്. എയും ബിയും സിയും ഡിയും ശരിയായി ചേരുംപടി ചേരുന്നവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതക സഞ്ചലനം അഥവാ സംവിധാനം ഏതാണ്? ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്നതാണ്. എൽനിനോയും ലാനിനായും കൊടുത്തിട്ടുണ്ട്, ജെറ്റ് സ്ട്രീം കൊടുത്തിട്ടുണ്ട്, ചുഴലിക്കാറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം എൽനിനോയും ലാനിനായും ഒന്നും വലുതായിട്ട് ഇന്ത്യ എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നവയല്ല. ജെറ്റ് സ്ട്രീമാണ് എന്ത് ഇന്ത്യയെ വലുതായിട്ട് ബാധിക്കുന്നത്. മൺസൂണിൻ്റെ വരവിലും മൺസൂണിൻ്റെ പിൻവാങ്ങലിലും എന്ത് ബാധിക്കുന്നുണ്ട്? ജെറ്റ് സ്ട്രീം ബാധിക്കുന്നുണ്ട് അല്ലേ. അതായത് നമ്മുടെ ടോപ്പോസ്ഫിയറിന് മുകളിലായിട്ട് വളരെ വേഗത്തിൽ കിഴക്കൻ ദിശയിലേക്ക് വീശുന്ന കാറ്റുകളാണ് ഏത്? ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ മൺസൂൺ കാറ്റിനെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ് ഏത്? ജെറ്റ് സ്ട്രീം എന്നത്. അപ്പം ഇന്ത്യൻ കാലാവസ്ഥ എന്ന് വെച്ചാൽ മൺസൂൺ ആണല്ലേ, നമ്മുടെ മൺസൂൺ ആണ്. അപ്പോൾ അതിനെ നന്നായിട്ട് ജെറ്റ് സ്ട്രീം ബാധിക്കുന്നുണ്ട്. ഉത്തരം ഏതാണ്? ജെറ്റ് സ്ട്രീം. എൽനിനോയും ലാനിനായും എന്താണെന്ന് നോക്കാം. തെക്കേ അമേരിക്കൻ തീരത്ത് കേട്ടോ, തെക്കേ അമേരിക്കൻ തീരത്തേക്ക് നീങ്ങുന്ന മധ്യ പസഫിക് സമുദ്രത്തിലെ അല്ലെങ്കിൽ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജലം തണുത്ത പെറുവിയൻ പ്രവാഹങ്ങളെ തള്ളി മാറ്റി പെറുവിൻ്റെ തീരത്ത് ഉഷ്ണജലം എത്തിക്കുന്ന പ്രതിഭാസമാണ് എൽനിന. അപ്പോൾ എൽനിനോ എന്താണെന്നാണ് പറഞ്ഞത്? അതായത് എന്താണ് ഇവിടെ എന്താണ്? തെക്കേ അമേരിക്കൻ തീരത്തേക്ക് നീങ്ങുന്ന മധ്യ പസഫിക് സമുദ്രത്തിലെ സമുദ്രം എങ്ങോട്ടാണ് നീങ്ങുന്നതെന്നാണ് അവിടെ പറയുന്നത്. തെക്കേ അമേരിക്കൻ്റെ തീരത്തേക്കാണ് ഇത് പോകുന്നത്. ആ പസഫിക്കിലെ ഉഷ്ണജലം തണുത്ത പെറുവിയൻ പ്രവാഹങ്ങളെ തണുത്ത മാറ്റി. ഉഷ്ണജലം എപ്പോഴും എന്താണ്? ഒന്നെങ്കിൽ ഉഷ്ണജലം ശീതജലത്തെയാണ് എന്ത് ചെയ്യുന്നത്? തള്ളിമാറ്റും. ശീതജലം ഉഷ്ണജലത്തെയാണ് തള്ളിമാറ്റുന്നത്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ശീതജലത്തെ തള്ളുമാറ്റി പെറുവിൻ്റെ തീരത്തേക്ക് ഉഷ്ണജലം എത്തിക്കുന്ന പ്രതിഭാസമാണ് എന്ത്? എൽനിനോ എന്നറിയപ്പെടുന്നത് അല്ലേ. ഉണ്ണിയേശു എന്ന് വിളിക്കുന്നു അല്ലേ, ഉണ്ണിയേശു. അപ്പം ശീതജലത്തെ തള്ളി മാറ്റിക്കൊണ്ട് ആ തണുപ്പിനെ മാറ്റിക്കൊണ്ട് അവിടേക്ക് ഉഷ്ണജലം എത്തിക്കുന്നത് ആരാണ്? ഈ ഒരു പസഫിക് സമുദ്രമാണ് അല്ലേ. ആ പസഫിക് സമുദ്രത്തോടെ എത്തുന്ന ആ ഒരു കാറ്റിനെയാണ് നമ്മൾ എന്ത്? എൽനിനോ എന്ന് വിശേഷിപ്പിക്കുന്നത്. എൽനിനോയുടെ ഫലമായി ശീതജല പ്രവാഹങ്ങൾ ഉഷ്ണ സ്വഭാവമുള്ളതാകുന്നു. കനത്ത മഴയും വരൾച്ചയും ഒക്കെ ഇത് കാരണം ഉണ്ടാകാറുണ്ട്. ഈ എൽനിനോയുടെ വിടവാങ്ങലാണ് എന്ത്? ലാനിന എന്ന പ്രതിഭാസം. ചെറിയ പെൺകുട്ടി എന്നറിയപ്പെടുന്നു കേട്ടോ, ചെറിയ പെൺകുട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഭൂകമ്പ തരംഗങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഭൂകമ്പ തരംഗങ്ങളിലെ ഭൂകമ്പം എർത്തുകേക്ക് നോക്കാം. ദെൻ ഖരദ്രാവക വാതക വസ്തുക്കളിലൂടെ പി തരംഗങ്ങൾ പോകുന്നു. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഭൂകമ്പ തരംഗങ്ങൾ ഏതൊക്കെയാണ്. ഭൂകമ്പ തരംഗങ്ങൾ പ്രധാനമായും പി തരംഗങ്ങൾ, എസ് തരംഗങ്ങൾ, ഉപരിതല തരംഗങ്ങൾ എന്നിങ്ങനെ 3 തരം തരംഗങ്ങളുണ്ട്. അതായത് പി തരംഗങ്ങൾ എന്നാൽ പ്രൈമറി വേവ്സ്, പ്രാഥമിക തരംഗങ്ങൾ. എസ് തരംഗങ്ങൾ എന്നാൽ സെക്കൻഡറി വേവ്സ്, ദ്വിതീയ തരംഗങ്ങൾ. മൂന്നാമത്തെയാണ് ഇത് ഉപരിതല തരംഗങ്ങൾ, സർഫസ് വേവ്സ്. ആദ്യം എത്തുന്നത് അതായത് ഭൂമിയുടെ പുറത്ത് അല്ലെങ്കിൽ ആ ടച്ച് ചെയ്യുന്നത് പ്രാഥമിക തരംഗമാണ് ആദ്യത്തെ. അയാൾ വേഗത്തിലേക്ക് എത്തും. സെക്കൻഡറി തരംഗങ്ങൾ പതുക്കെ വരത്തുള്ളൂ. അതിലും പതുക്കെ ആര് വരികയുള്ളൂ? ഉപരിതല തരംഗങ്ങൾ വരികയുള്ളൂ. അപ്പോൾ കരദ്രാവക വാതക വസ്തുക്കളിലൂടെ സഞ്ചരിക്കാൻ പി തരംഗങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രാഥമിക തരംഗത്തിന് മാത്രമേ കരദ്രാവക വാതക വസ്തുക്കളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. കരദ്രാവക വാതക വസ്തുക്കളിലൂടെയാണിത് സഞ്ചരിക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ കേട്ടോ, ലോഞ്ചിറ്റ്യൂഡിനൽ തരംഗങ്ങളാണ് ഇത് പ്രാഥമിക തരംഗങ്ങൾ. രണ്ടാമത്തെ ഖരദ്രാവക വസ്തുക്കളിലൂടെ എസ് തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയും. തെറ്റാണ് കേട്ടോ. കാരണം ഖരദ്രാവക വസ്തുക്കളിലൂടെ എസ് തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. എസ് തരംഗങ്ങൾക്ക് എപ്പോഴും ദ്രാവക വസ്തുക്കളിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ കേട്ടോ. ഖരം, വാതകം ഇതിലൂടെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സഞ്ചരിക്കാൻ കഴിയില്ല. ദ്രവത്തിലൂടെ മാത്രമേ എസ് തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയും. എന്നാൽ പ്രാഥമിക തരംഗങ്ങൾക്കോ ഏത് മേഖലയിലൂടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ കഴിയുമില്ലേ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. അപ്പോൾ ഇത് തെറ്റാണ്.
സീസ്മോഗ്രാഫിൽ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഉപരിതല തരംഗങ്ങളാണ്? ഒരിക്കലുമല്ല. സീസ്മോഗ്രാഫിൽ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും വേഗത്തിലെത്തുന്ന പ്രാഥമിക തരംഗങ്ങളല്ലേ? അയാളല്ലേ ആദ്യം എത്തുന്ന ആളല്ലേ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ആദ്യം എത്തുന്നത് ആരാണ്? സീസ്മോഗ്രാഫ് എന്ന് വെച്ചാൽ എന്താണ്? ഭൂകമ്പം അളക്കുന്നതാണ് അല്ലേ? ഭൂകമ്പ ചലനം അറിയുന്ന ഒരു ഉപകരണമാണ് സീസ്മോഗ്രാഫ്. അതിൽ ആദ്യം ഭൂകമ്പം വരുന്നുണ്ടെന്ന് അറിയുന്ന പ്രാഥമിക തരംഗങ്ങളിലൂടെയാണ്. അയാളാണ് ആദ്യം എത്തുന്നത്. അവസാനമാണ് ആര് വരുന്നത്? ഉപരിതല തരംഗം വരുന്നത്. ഏറ്റവും നാശനഷ്ടം ഉണ്ടാക്കുന്ന തരംഗങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ഭീകരമായ തരംഗം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഉപരിതല തരംഗമാണ്, അല്ലെങ്കിൽ സർഫസ് വേവ്സ് ആണെന്ന് പറയാം. ഇയാൾ പതുക്കെ വരത്തുള്ളൂ, പതുക്കെ വന്ന് എല്ലാം നശിപ്പിക്കുന്ന തരംഗങ്ങളാണ് ഏത്? ഉപരിതല തരംഗങ്ങൾ. അപ്പോൾ സീസ്മോഗ്രാഫിൽ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്? പി വേവ്സ് ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവന ഒന്ന് മാത്രമേ ഉള്ളൂ. പ്രാഥമിക തരംഗങ്ങൾ, ഭൂകമ്പ തരംഗങ്ങൾ പ്രാഥമികം, ദ്വിതീയം, ഉപരിതലം, 3 എണ്ണം. പ്രാഥമിക തരംഗങ്ങൾ ഖരം, ദ്രാവകം, വാതകത്തിലൂടെ സഞ്ചരിക്കുന്നു. ദ്വിതീയ തരംഗങ്ങൾ ദ്രാവകത്തിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. ആദ്യം എത്തുന്നത് പ്രാഥമിക തരംഗങ്ങൾ, രണ്ടാമതെത്തുന്നത് ദ്വിതീയ തരംഗങ്ങൾ. പതുക്കെ വരുന്ന ആളല്ല, അവസാനം വരുന്ന ആളാണ് ഉപരിതല തരംഗങ്ങൾ. ഏറ്റവും ഭയാനകമായതും ഭീകരമായതും ഉപരിതല തരംഗങ്ങൾ. ഓക്കെ ആണേ? ഇന്ത്യൻ നദികളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയല്ലാത്തത്? അപ്പം തെറ്റ് അല്ലേ? സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. സിന്ധുവിന് മൊത്തം 5 പോഷക നദികളാണ് നമ്മൾ പഠിക്കുന്നത്. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഏതൊക്കെയാണ്? ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇതിനകത്ത് ചിനാബാണ് ഏറ്റവും വലിയ പോഷക നദി. ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ് ആണ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി, ഏറ്റവും കൂടുതൽ തടമുള്ളത്, ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് എന്നൊക്കെ വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. സത്ലജ് പറയുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നതും ഏറ്റവും കൂടുതൽ നദീതടമുള്ളതൊക്കെ ചിനാബിനാണ്. അതുകൊണ്ട് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബും ഏറ്റവും ചെറുത് ബിയാസുമാണ്. അപ്പം അത് ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. ശരിയാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത് ഗോദാവരിയും ഏറ്റവും വലുത് ഗോദാവരി, 2ാം സ്ഥാനം കൃഷ്ണ. അപ്പം അതും ശരി. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി മലയിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. നമ്മളിവിടെ കൃഷ്ണ നദിയെ പറ്റി നേരത്തെ പഠിച്ചു. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. അങ്ങനെ ഇപ്പം നമ്മളെ പറ്റിക്കണ്ട അല്ലേ? അപ്പം എന്താണ്? കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ്. അപ്പോൾ ഈ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ആരാണ്? അത് കാവേരി അല്ലയോ? നമ്മുടെ കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി നമ്മുടെ കാവേരിയാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണേ. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഗുജറാത്തിലെ നർമ്മദാ നദിക്ക് കുറുകെയാണ് സർദാർ സരോവർ അണക്കെട്ട്. ശരിയാണ്. സർദാർ സരോവർ അണക്കെട്ട്, നർമ്മദാ നദി, ഗുജറാത്ത്. സർദാർ സരോവർ അണക്കെട്ട്, നർമ്മദാ നദി, ഗുജറാത്ത്. അങ്ങനെ വേണം അത് പഠിച്ചു വെച്ചേക്കാൻ. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റിനകത്ത് 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് തെറ്റ്. തെറ്റല്ലേ ചോദിച്ചത്? അടുത്ത് നോക്കിയേ. കുദ്രേമുഖ് ഡെപ്പോസിറ്റ് ഓഫ് കർണാടക ആർ നോൺ ഫോർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മിനറൽസ്? അതായത് കർണാടകയിലെ കുദ്രേമുഖ് ഖനി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കുദ്രേമുഖ് ഒരു ഇരുമ്പ് ഖനിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും റംസാർ കൺവെൻഷനുമായി ബന്ധപ്പെട്ടതാണ്. റംസാർ കൺവെൻഷൻ എന്താണ്? തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന ഒരു ഉടമ്പടിയാണ് ഇത്, റംസാർ കൺവെൻഷൻ. 1971 എന്ത് വരുന്നത്? റംസാർ കൺവെൻഷൻ. ഇന്ത്യ 1982 ഇതിൻ്റെ ഭാഗമാകുന്നത് കേട്ടോ. അപ്പോൾ 1971 ഇറാനിൽ റംസാർ കൺവെൻഷൻ നടന്നു. ശരിയാണ്, നമ്മൾ നേരത്തെയും പറഞ്ഞു. റംസാർ കൺവെൻഷനോടനുബന്ധിച്ച് എല്ലാ വർഷവും ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം ആഘോഷിക്കുന്നു. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം, നമുക്കറിയാം അല്ലേ? അറിയാം. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ കൺവെൻഷൻ സ്ഥലം എവിടെയാണ്? അഷ്ടമുടി തടാകമാണ്. തെറ്റ് അല്ല. കേരളത്തിലെ ഇപ്പോൾ നിലവിൽ റംസാർ സൈറ്റുകൾ 3 എണ്ണമേ ഉള്ളൂ. അത് നമ്മുടെ വേമ്പനാട് തടാകവും അഷ്ടമുടി തടാകവും ശാസ്താംകോട്ട തടാകവും. അതിൽ ഏറ്റവും വലുത് വേമ്പനാട് തടാകമാണ്, അല്ലാതെ അഷ്ടമുടി അല്ല. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റംസാർ വെറ്റ്ലാൻഡ് അല്ലെങ്കിൽ റംസാർ സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ രേണുക തടാകമാണ്. ശരിയാണ്. അപ്പോൾ രേണുക തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റംസാർ വെറ്റ്ലാൻഡ് എന്നത് ഓർത്തു വെച്ചിരിക്കണം.
കേരളത്തിലെ ഏറ്റവും വലുത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണത്? വേമ്പനാടാണ്, അഷ്ടമുടിയല്ല. അപ്പോൾ 1, 2, 4 ശരിയായ പ്രസ്താവന. 1, 2, 4 എന്ത്? ശരിയായ പ്രസ്താവനകൾ ഓർത്തു വച്ചിരിക്കണം. 1971 എന്ത്? റംസാർ സൈറ്റ് റംസാർ കൺവെൻഷൻ. ഇറാനിലെ റംസാറിൽ വെച്ച് നടന്ന ഒരു ഉച്ചകോടിയാണ് ഇത്, റംസാർ കൺവെൻഷൻ. റംസാർ സൈറ്റുകൾ ഇപ്പോൾ നിലവിൽ എത്രയാണുള്ളത്? 93. നമ്മൾ നേരത്തെ പറഞ്ഞു അവസാനം വന്നത് ഉദയ്പൂർ തടാകവും ഗോകുൽ റിസർവോയറുമാണെന്ന് ഓർത്തു വച്ചിരിക്കണം. ഇത് രണ്ടും ഈ മൈഗ്രേറ്ററി ബേഡ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ പെരിയാർ നദിയുടെ പോഷക നദികൾ ഏതാണ് എന്നതാണ് ചോദ്യം. മംഗലംപുഴ, ഇടമലയാർ, ഗായത്രിപ്പുഴ 3 കൊടുത്തിട്ടുണ്ട്. പെരിയാറിനെക്കാട്ടി കൂടുതൽ നമുക്ക് ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് അറിയാവുന്നത് അല്ലേ. ഭാരതപ്പുഴയുടെ പോഷക നദികൾ ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുമല്ലോ, എന്തൊക്കെയാണെന്ന് പറഞ്ഞേ. കണ്ണാടി, കൽപ്പാത്തി, ഗായത്രി, തൂതപ്പുഴ. അപ്പോൾ കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും ഗായത്രിപ്പുഴയും തൂതപ്പുഴയും ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കും അല്ലേ. അപ്പോൾ പെരിയാറിൻ്റെ പോഷക നദികളാണ് ഏത്? മംഗലംപുഴ, മാർത്താണ്ഡം പുഴ, ഇടമലയാർ. ഇതൊക്കെ എന്തിൻ്റെ പോഷക നദികളാണ്? പെരിയാറിൻ്റെ പോഷക നദികളാണ്. മംഗലംപുഴ, മാർത്താണ്ഡം പുഴ കേട്ടോ, മാർത്താണ്ഡം പുഴ, ഇടമലയാറ്, ഇടമലയാർ എന്നിവ എന്തിൻ്റേതാണ്? നമ്മുടെ ഈ ഒരു പെരിയാറിൻ്റെ പോഷക നദികളാണ്. അപ്പം 1, 2 എന്ത്? പെരിയാറിൻ്റെ പോഷക നദികൾ. മൂന്നാമത്തെ ഗായത്രിപ്പുഴ എന്തിൻ്റെ പോഷക നദിയാണ്? ഗായത്രിപ്പുഴ നമ്മുടെ ഭാരതപ്പുഴയുടെ പോഷക നദിയാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. ഓക്കെ ആണേ. അടുത്ത നോക്കിയേ. 1, 2 ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്ത് തന്നിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുക. അതായത് ഹിമാലയത്തെ വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് നദികളുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ പറയുന്നത്. പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, അസം ഹിമാലയം. പഞ്ചാബ്, കുമയൂണ്, നേപ്പാൾ ഹിമാലയം, അസം ഹിമാലയം. അപ്പോൾ ഏത് നദി മുതൽ ഏത് നദി വരെയാണ് പഞ്ചാബ് ഹിമാലയം? ഏത് നദി മുതൽ ഏത് നദി വരെയാണ് കുമയൂൺ ഹിമാലയം? അടുത്ത ഏത് നദി മുതൽ ഏത് നദി വരെയാണ് നേപ്പാൾ? അടുത്ത ഏത് മുതൽ ഏത് വരെയാണ് അസം? ഇതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പഞ്ചാബ് ഹിമാലയമാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും പടിഞ്ഞാറേ ഭാഗമാണ് നമ്മൾ പഞ്ചാബ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പം ഈ പഞ്ചാബ് ഹിമാലയം ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്താകുമ്പോൾ അവിടെ സിന്ധു നദി എന്നാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിന്ധു മുതൽ സത്ലജ് വരെ കേട്ടോ, സിന്ധു മുതൽ സത്ലജ് വരെയാണ് എന്ത്? പഞ്ചാബ് ഹിമാലയം. അപ്പം സിന്ധു നദി സത്ലജ് വരെ പഞ്ചാബ് ഹിമാലയം. സിന്ധു മുതൽ സത്ലജ് വരെ പഞ്ചാബ് ഹിമാലയം. ഇനി അടുത്ത സത്ലജിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്ലജ് മുതൽ കാളി വരെ കുമയൂൺ ഹിമാലയം. സത്ലജ് മുതൽ കാളി വരെ എന്താണ്? കുമയൂൺ ഹിമാലയം കേട്ടോ. അപ്പോൾ സത്ലജ് മുതൽ കാളി വരെ എന്താണ്? കുമയൂൺ ഹിമാലയം. ഇനി കാളി മുതൽ ടീസ്റ്റ വരെ കേട്ടോ, കാളി മുതൽ ടീസ്റ്റ വരെയാണ് എന്ത്? നേപ്പാൾ ഹിമാലയം. അപ്പോൾ കാളി മുതൽ ടീസ്റ്റ വരെ നേപ്പാൾ ഹിമാലയം. ഇനി ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെയാണ് എന്ത്? അസം ഹിമാലയം. അപ്പം 4 തരം ഹിമാലയം. പഞ്ചാബ് നദികളുടെ ബേസിസിലാണ് ഹിമാലയത്തെ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് തരം തിരിച്ചിരിക്കുന്നത്. അതിനകത്ത് പഞ്ചാബ് ഹിമാലയമുണ്ട്, കുമയൂൺ ഹിമാലയമുണ്ട്, നേപ്പാൾ ഹിമാലയമുണ്ട്, അസം ഹിമാലയമുണ്ട്. ബേസിക്കലി ഇത്രയാണ് തരം തിരിച്ചിരിക്കുന്നത്. അതിനകത്ത് സിന്ധു ടു സത്ലജ് പഞ്ചാബ് ഹിമാലയം, സത്ലജ് മുതൽ കാളി വരെയാണെങ്കിൽ അത് കുമയൂൺ ഹിമാലയം, കാളി മുതൽ ടീസ്റ്റ വരെയാണെങ്കിൽ കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയാണെങ്കിൽ അത് നേപ്പാൾ ഹിമാലയം എന്നും, ടീസ്റ്റ നദി മുതൽ ബ്രഹ്മപുത്ര വരെയാണെങ്കിൽ അത് അസം ഹിമാലയം എന്നുമാണ് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെച്ചിരിക്കണം. അടുത്ത നോക്കൂ. കാറ്റിൻ്റെ ദിശയെയും ഗതിയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാറ്റിൻ്റെ ദിശയെയും പിന്നെന്താണ് ഗതിയെയും സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളാണ് ഇത് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചേക്കണം. മർദ്ദവ്യത്യാസം, കോറിയോലിസ് പ്രഭാവം, കർഷണം കേട്ടോ. അത് വളരെ വിശാലമായിട്ട് പറയാനുള്ളത്, കോറിയോലിസ് പ്രഭാവമൊക്കെ പറയാനുള്ളതാണ്. ഇത് 3ഉമാണ് എന്ത്? കാറ്റിൻ്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്നത്. മർദ്ദവ്യത്യാസവും കോറിയോലിസ് ബലവും കർഷണവുമാണ്. ഇത് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക.
തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫറിക് പ്ലേറ്റ് അതിരുകളിൽ സംഭവിക്കുന്നു. ഒത്തുചേരുന്ന ലിത്തോസ്ഫറിക് പ്ലേറ്റ് അതിരുകളുടെ ഒത്തുചേർത്ത ലിത്തോസ്ഫറിക് പ്ലേറ്റ് അതിരുകളിലെ സമുദ്രഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. അത് ടെക്ടോണിക് പ്ലേറ്റുകളാണ് കേട്ടോ. ടെക്ടോണിക് പ്ലേറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫറിക് പ്ലേറ്റ് അതിരുകളിലാണ് ഇത് സംഭവിക്കുന്നതെന്ന് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണിത്? നമ്മുടെ ഭൂകമ്പവുമായി ബന്ധപ്പെട്ട ടെക്ടോണിക് പ്ലേറ്റുകൾ ഉണ്ടായിരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒത്തുചേരുന്ന ലിത്തോസ്ഫറിക് പ്ലേറ്റ് കേട്ടോ. ഇതിന് ശേഷം ഒത്തുചേരുന്ന ലിത്തോസ്ഫറിക് പ്ലേറ്റിന്റെ അതിരുകളുടെ സമുദ്രഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായതാണ് കേട്ടോ. 1ഉം 2ഉം ശരിയായ സ്റ്റേറ്റ്മെന്റുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഉത്തരായന രേഖ കടന്നു പോകുന്നത് ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഉത്തരായന രേഖ നമ്മുടെ 23.5 ഡിഗ്രി ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? ഉത്തരായന രേഖ കടന്നു പോകുന്നത് അല്ലേ. രാമജപ ഗുജമിത്ര കേട്ടാ. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഗുജറാത്ത്, മിസോറാം, ത്രിപുര എല്ലാവരും ഉണ്ടല്ലോ. 2, 4, 5, 6, 7 എല്ലാവരും ഉണ്ട്. ഗുജറാത്ത് 1, 2, 3, 4, 5, 6, 7, 8 എല്ലാവരും ഉണ്ട് കേട്ടോ. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഗുജറാത്ത്, ജാർഖണ്ഡ്, ഗുജമിത്ര കേട്ടോ. സോറി, രാമഗുജമിത്ര കേട്ടോ. രാമജപ ഗുജമിത്ര കേട്ടോ. ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, മിസോറാം, ത്രിപുര. ഈ ഒരു കോഡ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ ചുമ്മാ. രാമജപ ഗുജമിത്ര എന്ന് കേട്ടോ. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? ഉത്തരായന രേഖ കടന്നു പോകുന്നത് കേട്ടോ. 9 സ്റ്റേറ്റ്സ്. ഗുജറാത്ത് 1, 2, 3, 4, 5, 6, 7, 8 സോറി 8 സ്റ്റേറ്റ്സ് കേട്ടോ. 8 സംസ്ഥാനങ്ങളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഓർത്തു വെച്ചിരിക്കണം. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കാം. ലാക്കോലിത്ത്, ലാപ്പോലിത്ത്, ഫാക്കോലിത്ത്, ബാത്തോലിത്ത്. എന്താണിവ? ഇവ എന്താണെന്ന് വെച്ചാൽ അഗ്നിപർവ്വതജന്യ ഭൂരൂപങ്ങൾ എന്ന് പറയുന്നവയാണ് ഇവയൊക്കെ. അതായത് അഗ്നിപർവ്വതം പൊട്ടി അല്ലെങ്കിൽ അതിലുള്ള ലാവ ഭൂമിയുടെ കുഴലുകളിലൂടെ പുറത്തേക്ക് വരുന്നു അല്ലേ. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ ആഗ്നേയശിലകളൊക്കെ രൂപപ്പെടുന്നത്. ആഗ്നേയശിലകളുടെ ഫോംസ് ആണിതെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അല്ലെങ്കിൽ അഗ്നിപർവ്വതജന്യ ഭൂരൂപങ്ങളാണെന്നും പറയാം. ഇവ പുറത്തേക്ക് വരാതെ ഭൂമിക്കുള്ളിൽ തന്നെ വെച്ച് എന്ത് ചെയ്യാണ്? ഖനീഭവിക്കുമ്പോൾ ഇവ ഓരോ രൂപത്തിലേക്ക് മാറുന്നു. അങ്ങനെയുള്ള ഓരോ രൂപത്തിൻ്റെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പേരുകളും അവയുടെ ആകൃതിയുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ അഗ്നിപർവ്വതത്തിൽ നിന്നും ഇങ്ങനെ മുകളിലേക്ക് വരുന്ന ലാവ അല്ലെങ്കിൽ മാഗ്മ എവിടെയെങ്കിലും എത്തുമ്പോൾ എന്ത് ചെയ്യും? തണുത്തുറഞ്ഞ് രൂപപ്പെടുത്ത ഷേപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ആ ഷേപ്പുകളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ലാക്കോലിത്താണ് കേട്ടോ. താഴെ പറഞ്ഞ ജോഡികൾ പരിഗണിക്കാനാണ് ലാക്കോലിത്ത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ലാക്കോലിത്ത് ഡോം ആകൃതി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ലാക്കോലിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെ മുകളിലേക്ക് വരികയും പരന്ന അടിഭാഗത്തോടു കൂടി ഇങ്ങനെ കൂണാകൃതിയിൽ ഇരിക്കുകയും ചെയ്യുന്ന രൂപങ്ങളാണ് എന്ത്? ലാക്കോലിത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഈ അഗ്നിപർവ്വതത്തിൽ നിന്നും അവിടെ നിന്നുള്ള മാഗ്മ മുകളിലേക്ക് കേട്ടോ, എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഉണ്ടെങ്കിൽ അതിലൂടെ എന്ത് ചെയ്യാണ്? മുകളിലേക്ക് ഉയർന്ന് ഈ ഒരു ഷേപ്പിലേക്ക്, അതായത് നമ്മുടെ ഒരു കൂണാകൃതിയിൽ കേട്ടോ, ഒരു ഡോം ആകൃതിയിലേക്ക് മാറുന്ന പരന്ന അടിഭാഗത്തോടു കൂടി ഒരു ഡോം ആകൃതിയിലേക്ക് മാറുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ലാക്കോലിത്ത് രൂപം എന്ന് പറയാം. ലാക്കോലിത്ത്. അപ്പോൾ ലാക്കോലിത്ത് രൂപം ഒരു അഗ്നിപർവ്വതജന്യ ഭൂരൂപമാണ്, അല്ല ഒരു അഗ്നിപർവ്വത ഭൂരൂപമാണെന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അടുത്തയാണ് ലാപ്പോലിത്ത്. ലാപ്പോലിത്ത് സോസർ ആകൃതിയാണെന്ന് പറഞ്ഞു അല്ലേ. ഇതേപോലെ തന്നെ ഉയർന്നു വരും കേട്ടോ. ഇതേപോലെ തന്നെ ഉയർന്നു വന്നിട്ട്
നമ്മുടെ കപ്പ് ആൻഡ് സോസർ ഉണ്ടല്ലോ, ആ കപ്പ് ഇരിക്കുന്ന പാത്രം ഉണ്ടല്ലോ, സോസർ, ആ ഒരു സോസർ ആകൃതിയിലേക്ക് മാറുന്നതാണ് ഇത് ലാപ്പോലിത്ത് എന്ന് പറയുന്നത്. സോസർ ആകൃതിയിലാണ് ഇത് ലാപ്പോലിത്ത്. അപ്പോൾ അത് രണ്ട് ശരിയാണ്. മൂന്നാമത്തെ ഫാക്കോലിത്ത്. ഫാക്കോലിത്ത് ഏതാകൃതിയാണെന്നാണ് പറഞ്ഞത്? ലെൻസ് ആകൃതി. ലെൻസ് ആകൃതി എന്നോ അതല്ലെങ്കിൽ ഒരു തിരമാലയുടെ ആകൃതി എന്നോ കേട്ടോ, ഒരു ലെൻസിൻ്റെ ആകൃതി എന്നോ അല്ലെങ്കിൽ തിരമാലയുടെ ആകൃതി എന്ന് പറഞ്ഞാൽ അത് ഫാക്കോലിത്താണ് കേട്ടോ. അടുത്തയാണ് ബാത്തോലിത്ത്. ബാത്തോലിത്ത് എന്താണ്? ക്രമരഹിതമായ ആകൃതിയിലാണ് എന്ത് കാണപ്പെടുന്നത്? ബാത്തോലിത്തുകൾ കാണപ്പെടുന്നത് കേട്ടോ. ബാത്തോലിത്തുകൾ ക്രമരഹിതമായ ആകൃതിയിലാണ്. അപ്പോൾ ഈ നാലും ശരിയായ പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയെ എത്ര ഭൂകമ്പ മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്? ഇന്ത്യയെ 4 ഭൂകമ്പ മേഖലകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ എത്ര ഭൂകമ്പ മേഖലകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? 4 ഭൂകമ്പ മേഖലകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് വിട്ടേരെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കേട്ടോ, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഏത്? കറുത്ത മണ്ണ് ഇല്ലേ? കറുത്ത മണ്ണ്, ചെർണോസം എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണാണ് ഏത്? കറുത്ത മണ്ണ്. കറുത്ത മണ്ണാണ് പരുത്തി കൃഷി, നിലക്കടല എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. ആ മണ്ണിനെ നമ്മൾ കറുത്ത പരുത്തി മണ്ണ് എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. നമ്മുടെ എന്താണ് ഡിഗ്രി ലെവലൊക്കെ ഇപ്പോൾ വിളിക്കുകയാണ് അല്ലേ? നമ്മുടെ കമ്പനി ബോർഡൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുക? മാസ്റ്റർ കെയിൽ ജോയിൻ ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്കിതിനെ പറ്റിയൊക്കെ വളരെ വിശാലമായിട്ട് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. എനിവേ, താങ്ക് യു.